महेश्वरः गुरुः साक्षात् परं ब्रह्म तस्मै श्री गुरवे नमः। ॐ सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। ധർമ്മത്തിൽ നിന്നും അധർമ്മത്തിൽ നിന്നും ഇവിടെ ചെയ്യപ്പെട്ടതിൽ നിന്നും ചെയ്യപ്പെടാത്തതിൽ നിന്നും ഭൂതത്തിൽ നിന്നും ഭാവിയിൽ നിന്നും എല്ലാം ഭിന്നമായതെന്ത്? അത് നിനക്കറിയാം, പറഞ്ഞു തരൂ എന്ന് തൻ്റെ ജിജ്ഞാസയുടെ പൂർണ്ണഭാവത്തെ പ്രദർശിപ്പിച്ചുകൊണ്ട് നചികേതസ് പറഞ്ഞു. ഇവിടെ മറ്റൊരു ഉപദേശവും അത് ധർമാർത്ഥ കാമങ്ങളിൽ ഏതോ ആവട്ടെ ഒന്നുമല്ല താൻ ഇച്ഛിക്കുന്നത്. കേവലമായ സത്യബോധമാണ്, കേവലമായ ആത്മോപദേശമാണ്, അഥവാ ഒന്നുകൂടി വ്യക്തമായ ഭാഷ പറഞ്ഞാൽ കേവലമായ മോക്ഷോപദേശമാണ്. ഈ ശിഷ്യപ്രാർത്ഥന അത് കേട്ട ഗുരുനാഥൻ യമൻ സർവവേദസാരമായ ഓംകാരത്തെ ഉപദേശിച്ചു. നമ്മളത് സാമാന്യം ചിന്തിച്ചു. എത്ര പറഞ്ഞാലും തീരാത്ത വിഷയമാണ്. സർവേ വേദാഃ യത് പദമാമനന്തി തപാംസി സർവാണി ച യദ് വദന്തി യദിച്ഛന്തഃ ബ്രഹ്മചര്യം ചരന്തി തത്തേ പദം സംഗ്രഹേണ ബ്രവീമി ഓം ഇത്യേതത്. ഇതാണ് വേദസാരം. അന്യത്ര ധർമാത് അന്യത്ര ധർമാത് അന്യത്ര അസ്മാത് കൃതാകൃതാത് അന്യത്ര ഭൂതാച്ച ഭവ്യാച്ച യത് തദ് പശ്യസി. യാതൊന്നാണോ അതിനെ നീ കാണുന്നു, തദ്വദ, അതിനെനിക്ക് പറയൂ, എനിക്ക് പറഞ്ഞു തരൂ എന്നുള്ള ശിഷ്യപ്രാർത്ഥനയ്ക്കുള്ള സമാധാനം ഈ മന്ത്രത്തിലാണ്. അതാണ് ഓംകാരം. അങ്ങനെ പ്രണവത്തെ സർവവേദസാരമെന്നും സർവ തപസ്സുകളുടെയും ലക്ഷ്യമെന്നും ബ്രഹ്മചര്യാദി സകല സാധനകളുടെയും ലക്ഷ്യമെന്നും ഉപദേശിച്ച ശേഷം ഈ ആലംബനം ശ്രേഷ്ഠമാണ്, ഈ ആലംബനം പരമാണ്. ആര് ഈ ആലംബനത്തെ അറിയുന്നുവോ അവൻ എന്തിച്ഛിക്കുന്നോ അത് അവനുള്ളതാണ്. സർവ കാമാവാപ്തി, അതാണ് വിജ്ഞാനിയുടെ ഫലം. ശ്രദ്ധിക്കുക. തുടർന്ന് കൂടുതൽ വിശദമായി എന്താണ് ഈ ഓംകാര സ്വരൂപം, എന്താണ് പരമമായ സത്യബോധം, ക്രമമായി ഉപദേശിക്കുകയാണ്. നോക്കൂ. ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത്
നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത് നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ഇവിടെ നചികേതസ് രണ്ട് തലങ്ങളിലാണ് ജിജ്ഞാസ ചെയ്തത്. ഒന്ന്, മനുഷ്യൻ മരിച്ചാൽ ഉണ്ടെന്ന് ചിലർ പറയുന്നു, ഇല്ലെന്ന് ചിലർ പറയുന്നു. ഈ വിഷയത്തിൽ എന്താണ് നിർണയം? അതായിരുന്നു ആദ്യ പ്രശ്നം. എന്നാൽ അതിന് മറുപടി എന്നോണം അല്പം തത്വോപദേശം ചെയ്തു എന്നുള്ളത് ശരി തന്നെ. എങ്കിലും കൂടുതൽ ശിഷ്യയോഗ്യതയെ പരീക്ഷിക്കുകയായിരുന്നു യമധർമ്മൻ. ആ പരീക്ഷിച്ച കൂട്ടത്തിൽ രണ്ട് മന്ത്രങ്ങളിൽ പരമമായ തത്വത്തെ ഉപദേശിച്ചില്ല എന്ന് പറഞ്ഞുകൂടാ. അതാണ് തം ദുർദർശം ഗൂഢമനുപ്രവിഷ്ടം എന്ന് തുടങ്ങുന്ന മന്ത്രങ്ങൾ നമ്മൾ ചിന്തിച്ചത്. അപ്പോഴാണ് ഒരു മുമുക്ഷുവിൻ്റെ തലത്തിൽ മറ്റൊന്നുകൊണ്ടും തൃപ്തനല്ലാത്ത, മറ്റൊരു നീക്കുപോക്കിനും തയ്യാറല്ലാത്ത കേവലമായ മോക്ഷേച്ഛ മാത്രം പ്രദർശിപ്പിക്കുന്ന പ്രശ്നത്തെ നചികേതസ് ചെയ്തത്. അതാണ് നമ്മളിപ്പോൾ പഠിച്ച അന്യത്ര ധർമാത് എന്ന് തുടങ്ങുന്ന മന്ത്രം. ശ്രദ്ധിക്കുക ഉപദേശക്രമം. അതിന് മറുപടിയായിട്ടാണ് ഓംകാരത്തെ സംക്ഷിപ്തമായി പറഞ്ഞത്. ഇനി ഈ രണ്ട് തലങ്ങളെയും ഉൾക്കൊള്ളിച്ച്, അതായത് രണ്ട് പ്രശ്നങ്ങളുടെ തലങ്ങളെയും ഉൾക്കൊള്ളിച്ച്, എന്നാൽ പരമമായ ആത്മാ സത്യത്തിലേക്ക് പതുക്കെ പതുക്കെ സാധകനെ പ്രവേശിപ്പിക്കും വിധം ഉപദേശിക്കുകയാണ്. ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത് നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത് അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ന ജായത്തെ ജനിക്കുന്നില്ല, മ്രിയത്തെ വാ മരിക്കുന്നോ എന്നുവെച്ചാൽ മരിക്കുന്നും ഇല്ല. ആര്? വിപശ്ചിത്. വിപശ്ചിത് വിപശ്ചിത് ശബ്ദം നമ്മൾ കേവലം എടുക്കുകയാണെങ്കിൽ വിദ്വാൻ, വിവേകി എന്നർത്ഥം പറയണം. ഇവിടെ പരമമായ ജ്ഞപ്തി സ്വരൂപം, ജ്ഞാനസ്വരൂപം ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ന അയം കുതശ്ചിത് ന ബഭൂവ കശ്ചിത്. മറ്റൊരു കാരണത്തിൽ നിന്ന് ഇത് ജനിക്കുന്നില്ല. ഇവൻ മറ്റൊരു കാരണത്തിൽ നിന്ന് ഭവിച്ചവനല്ല. ഇനി കശ്ചിതപി മറ്റൊന്നും തന്നെ ഇതിൽ നിന്നും ഭവിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ് അജഹ ജന്മരഹിതനാണ്, നിത്യഃ നിത്യനാണ്, ശാശ്വതഃ ശാശ്വതനാണ്, അയം പുരാണഃ ഇവൻ പുരാണനാണ്, ഹന്യമാനേ ശരീരേ ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ ന ഹന്യത്തെ ഹനിക്കപ്പെടുന്നില്ല. അതിസൂക്ഷ്മമായ ആത്മതത്വോപദേശത്തിലേക്ക് യമൻ പ്രവേശിക്കുകയാണ്. നമ്മൾ ഈ പ്രപഞ്ചത്തിൽ എന്തിനെ കാണുന്നുണ്ടോ എല്ലാം ഉണ്ടാവുന്നതും നിലനിൽക്കുന്നതും വളരുന്നതും
മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതും ക്ഷയിക്കുന്നതും നശിക്കുന്നതുമാണ്. ഷഡ്ഭാവങ്ങളിലൂടെ കറങ്ങുന്നതാണ് ഈ പ്രപഞ്ചം. യാസ്ക മഹർഷി വർണ്ണിക്കുന്ന ഷഡ്ഭാവങ്ങളാണ് ഈ പറഞ്ഞത്. ജനിക്കുന്നു, ജായതേ. ജനിച്ചു പറഞ്ഞാൽ അടുത്ത സംശയം ഇപ്പം ഉണ്ടോ എന്നുള്ളതാണ്. ഇല്ലേ, ഒരു കുട്ടി ജനിച്ചു പറഞ്ഞാൽ അപ്പോൾ ഇപ്പം ഉണ്ടോ? ഉണ്ട്. ജനിച്ചൊക്കെ ഇപ്പം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതാണല്ലോ ജനിച്ച ഉടനെ പേരിടരുത് എന്നൊക്കെ പറയണത്. ഒരു 10 ദിവസമെങ്കിലും കഴിഞ്ഞിട്ടേ കുട്ടിക്ക് പേരിടാൻ പാടുള്ളൂ. ശരി, ഉണ്ട്. അങ്ങനെ ഉണ്ടെന്നുള്ള അവസ്ഥ കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് വളരുക. ചെറിയ കുട്ടികളൊക്കെ വളരണ കണ്ട അത്ഭുതമാവും. ഒരു ഇത്രയേ ഉണ്ടാവുള്ളൂ തുടക്കത്തിൽ, പിന്നെ കാണാൻ പെട്ടെന്ന് വലുതാവണം. അതേപോലെ അങ്ങോട്ട് വലുതാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്താ സ്ഥിതി? എവിടെയാ സ്ഥലം ഉണ്ടാവുക ഈ ലോകത്തിലിരിക്കാൻ? അപ്പോൾ അത് ഭയപ്പെടുകയൊന്നും വേണ്ട. ഒരു നിശ്ചിത പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ വളർച്ചയുടെ തോത് കുറഞ്ഞു. പിന്നെ മാറ്റങ്ങൾക്കാണ് പ്രാധാന്യം. വിപരിണമത്തെ, പരിണാമങ്ങൾ സംഭവിക്കുന്നു. എല്ലാ കാലവും പരിണാമം സംഭവിച്ചുകൊണ്ടിരിക്കുമോ? അതില്ല. ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ പിന്നെ ക്ഷീണിക്കാൻ തുടങ്ങും, ക്ഷയിക്കുന്നു. അങ്ങനെ ക്ഷയിച്ച് അങ്ങില്ലാണ്ടുമാവും. ഇങ്ങനെ 6 ഭാവങ്ങളിലൂടെ കറങ്ങുന്നതാണ് ഈ പ്രപഞ്ചമഖിലവും. അതുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിന് ജഗത്ത് എന്ന് പേര് പറയുന്നത്. ജഗത്, ഗച്ഛതി ഇതി ജഗത്. എന്താ ജഗത്ത്? നമ്മളാൽ കാണപ്പെടുന്ന ജഗത്ത്. നമ്മളാൽ കാണപ്പെടുന്ന ജഗത്തെന്ന് പറയുമ്പോൾ ഈ ശരീരവും അതിൻ്റെ ഭാഗമല്ലേ? അതെ, ഈ ശരീരവും ജഗത്താണ്. ഈ ശരീരവും എന്നാൽ കാണപ്പെടുന്നതാണ്. എൻ്റെ ശരീരമെന്ന് എന്നാൽ അറിയപ്പെടുന്നതാണ്. അതെ, ഇതും ജഗത്ത് തന്നെ. ഇത് ജഗത്തിൻ്റെ ഭാഗം തന്നെ. ഇനി ഇത് പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്, നമുക്കറിയാം. പഞ്ചഭൂതങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണിത്. ഈ പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ തന്നെ എന്താ? പ്രപഞ്ചം. പ്രകർഷേണ പഞ്ചത്വം യസ്മിൻ വിദ്യതേ. യാതൊന്നിലാണോ വർദ്ധിച്ച തോതിൽ 5 ചേർന്നത് ഉള്ളത്, അതാണ് പ്രപഞ്ചം. വർദ്ധിച്ച തോതിൽ 5 ചേർന്നത്. ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി. ഈ പഞ്ചഭൂതങ്ങൾ ചേർന്നത്, അതാണ് പ്രപഞ്ചം. അപ്പോൾ ഈ പ്രപഞ്ചവും പ്രപഞ്ചത്തിൻ്റെ വികാരങ്ങളും ഭാഗങ്ങളുമായ ശരീരം തുടങ്ങിയ സകലവും ഈ പറയപ്പെട്ട ഭാവങ്ങളിലൂടെ കറങ്ങുന്നതാണ് എല്ലാം. നമ്മൾ ഇതിനോട് താതാത്മ്യപ്പെട്ട് കഴിയുന്നു. ഇതിനോട് താതാത്മ്യപ്പെട്ട് നമ്മൾ കഴിയുന്നു. ഈ ശരീരത്തോട് ഇത് തന്നെ ഞാനെന്ന് നമ്മൾ ഉറപ്പിച്ചു വച്ചിരിക്കുക. ഇത് തന്നെ ഞാൻ എന്ന് മാത്രമേ ഉള്ളൂ. അറിയാതെ ഇതുമായി ബന്ധപ്പെട്ടതിലൊക്കെ തന്നെ ഞാൻ ഇന്ന് വന്നുകൂടുന്നുണ്ട്. അറിയാതെ എൻ്റെ ദൃഢമായി വരുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്നിനെക്കുറിച്ച് നമ്മൾ ദോഷം ഉദ്ദേശിക്കണ്ട, പക്ഷെ മറ്റൊരാൾക്ക് ദോഷം തോന്നുന്ന രീതിയിൽ നമ്മൾ സംസാരിച്ചാൽ മതി. എന്നാൽ തന്നെ ഉടനെ വൈകാരിക ഭാവം അയാളെ വിഷമിപ്പിക്കും, ഇല്ലേ? അതെ, ഒരു ദിവസം ഒരു ഭഗവത്ഗീത പ്രഭാഷണം നടക്കുകയാണ്. വിഷയം ഭഗവത്ഗീതയാണ്. ചിന്തിക്കുക. അപ്പോൾ ഒരു സദസ്സിൽ സംസാരിക്കുമ്പോൾ ഏകദേശം ഒരു സമയസങ്കല്പം നമുക്കുണ്ടാവും. ഒരു 10 മിനിറ്റ് കൂടാൻ കുറയാം, അത്രയേ പോവുള്ളൂ. അപ്പോൾ സമയം എത്രയായി എന്ന് ചോദിച്ചു മുമ്പിലിരിക്കുന്ന ഒരാളോട്. അയാൾ പറഞ്ഞു 8 മണിയായി. 8 ആയിട്ടുണ്ടാവില്ലല്ലോ. ഇത്രയേ ഉള്ളൂ, 8 ആയിട്ടുണ്ടാവില്ല, ഒരു 7:30 കഴിഞ്ഞിട്ടേ ഉണ്ടാവുള്ളൂ. ഇയാളെ മുഖം അങ്ങോട്ട് മാറി. പാവം വല്ലാതെ എന്തോ ഒരു അങ്ങേയറ്റം ഒരു അപമാനിതനായതുപോലെ ഇദ്ദേഹത്തിൻ്റെ മുഖം മാറി. എന്നാലോചിച്ച് നോക്കൂ. അയാൾ തെറ്റാന്നല്ല പറഞ്ഞേ. അയാളിരിക്കുന്ന ശരീരം, അതിൻ്റെ ഒരു അവയവമായ കൈ, അതിൽ കെട്ടിയ ഒരു ഉപകരണം, അതിൻ്റെ 2 സൂചികൾ കാണിക്കുന്ന
ദിക്കുകൾക്ക് കുറച്ചൊരു വ്യത്യാസമുണ്ടെന്നേ പറഞ്ഞുള്ളൂ. പക്ഷേ വിഷമായി. ഇതാ നമ്മുടെ സ്ഥിതി. ഈ വക ശ്രവണം ചെയ്യുന്നവർക്ക് പോലും അതാ സ്ഥിതിച്ചാൽ പിന്നെ മറ്റുള്ളവരുടെ സ്ഥിതി എന്താ? ചിന്തിക്കുക. ഇത് കഥയല്ല. അപ്പം നമ്മൾ കാണപ്പെടുന്ന ദൃശ്യപ്രപഞ്ചവുമായിട്ട് ഇത്ര താതാത്മ്യപ്പെട്ട് കഴിയുന്നതിലൂടെ സുഖം, ദുഃഖം, മാനം, അപമാനം, ശീതം, ഉഷ്ണം തുടങ്ങിയ ദ്വന്ദ്വങ്ങളിൽ പെട്ടുഴറുകയാണ്. ഇവിടെയാണ് തൻ്റെ ശരിയായ സ്വരൂപം എന്ത് എന്ന അന്വേഷണം. ഈ അന്വേഷണത്തിലൂടെ എന്ത് താനോ അതിനെ അറിയുക, എന്ത് താനല്ലയോ അതിനെ വേർപെടുത്തുക. ഇത്രയേ ഉള്ളൂ. ഇതാണ് വേദാന്ത സാധന, മറ്റൊന്നുമില്ല. അതിലേക്ക് നമ്മളെ നയിക്കുന്ന ഉപദേശമാണിത്. ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത് ബോധസ്വരൂപം. ജ്ഞാനം യാതൊന്ന് എല്ലാത്തിനെയും അറിയുന്നുവോ, എൻ്റെ 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 എന്ന് എല്ലാത്തിനെയും യാതൊന്നറിയുന്നുവോ, ഇനി എൻ്റെതല്ലാത്തത് എന്ന് യാതൊന്നെല്ലാത്തിനെയും അറിയുന്നുവോ. അതെ, ഇതല്ലേ ഉള്ളൂ രണ്ട് യുഷ്മത് അസ്മത് പ്രത്യയങ്ങൾ. എൻ്റെതെന്നും എൻ്റെതല്ലാത്തതെന്നുള്ള പ്രത്യയങ്ങൾ. ഈ രണ്ട് പ്രത്യയങ്ങളേ ലോകത്തിലുള്ളൂ. ഈ സകലവും ആരാൽ അറിയപ്പെടുന്നു? സകല വിഷയങ്ങളും ആർക്ക് വിഷയീഭവിക്കുന്നു? ഈ ജ്ഞാനസ്വരൂപത്തെയാണ് പറയുന്നത് വിപശ്ചിത്. ന ജായത്തെ, ജനിക്കുന്നില്ല. ന മ്രിയത്തെ, മരിക്കുന്നില്ല. ജനന മരണങ്ങളെല്ലാം ഈ ശരീരത്തിൻ്റെ ധർമ്മങ്ങളാണ്. ഇനി കുറച്ചുകൂടി കവിഞ്ഞ് ചിന്തിച്ചു നോക്കൂ. ഈ ശരീരം ആത്യന്തികമായി ജനിക്കുന്നോ മരിക്കുന്നുണ്ടോ? എന്നൂടി പറയാം, ഈ ശരീരം ആത്യന്തികമായി ജനിക്കുന്നോ മരിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചാൽ ആത്യന്തിക ദൃഷ്ടിയിൽ അതുമില്ല. ആവിർഭാവ തിരോഭാവങ്ങളെ നടക്കുന്നുള്ളൂ. ചില കുട്ടികൾ ചെറിയ ചില കട്ടകളിങ്ങനെ ചേർത്ത് വെച്ചിട്ട് പല രൂപങ്ങളുണ്ടാക്കാറുണ്ട്. വലിയ വലിയ ഉയരമുള്ള കെട്ടിടങ്ങൾ, നീണ്ട കെട്ടിടങ്ങൾ, പല ആകൃതി വിശേഷങ്ങളിൽ. അതുണ്ടാക്കി ആ കുട്ടീനെ വേഗം പൊളിച്ച് വേറൊന്നുണ്ടാക്കുന്നു. എന്തെല്ലാം വൈചിത്ര്യങ്ങളായി ഒരേ വസ്തു കൊണ്ടുണ്ടാക്കണത്. ഘടകങ്ങൾക്ക് മാറ്റമില്ല, ഒരേ ഘടകം. അയാളടുത്ത് ആകെ കുറച്ച് കട്ടയുണ്ട്, 64 കട്ടയുള്ളത് വെച്ചാൽ 64 കട്ടയുണ്ട്. ഇതുകൊണ്ടാണ് ഇവനെല്ലാം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നീട്ടി ഉണ്ടാക്കും, ചിലപ്പോൾ ചതുരത്തിലുണ്ടാക്കും, ചിലപ്പോൾ എല്ലാം കൂടി വലിച്ചൊരു ഏറും കൊടുക്കും, പിന്നെ രണ്ടാമത് എടുത്തു പോവുകയൊക്കെ കൂടി ചെയ്യും. ഇതുപോലെ 5 ഭൂതങ്ങളുടെ വ്യത്യസ്ത അനുപാതത്തിലുള്ള ചേർച്ചകളായി ഇതൊക്കെ. അത്രയുള്ളൂ. അപ്പോൾ എന്താപ്പം നശിക്കണത്? ഒന്നും നശിക്കണില്ല. എന്താപ്പം ഉണ്ടാവുന്നത്? ഒന്നും ഉണ്ടാവണില്ല. ചില ചേരുംപടി ചേർച്ചകൾ, അത്രയേ ഉള്ളൂ. പഴയ നാടൻ വൈദ്യന്മാരുടെ മരുന്ന് കടയിൽ വലിയ മരുന്ന് പെട്ടി ഉണ്ടാവും. വലിയ മരുന്ന് പെട്ടി, 144 കള്ളി അല്ലെങ്കിൽ 164 കള്ളി, ഇങ്ങനെയൊക്കെയുള്ള കണക്കുണ്ട്. 12 കള്ളി, 24 കള്ളി, ഇങ്ങനെയൊക്കെ നീളവും വീതിയായിട്ട് കണക്ക്. അതിൽ ഓരോരോ മരുന്ന് ഓരോരോ കള്ളിയിലാണ്. ഇന്നതിൽ കടുക്ക, ഇന്നതിൽ താനിക്ക, ഇന്നതിൽ നെല്ലിക്ക, ഇങ്ങനെ പോയിരിക്കുക. അദ്ദേഹത്തിനറിയാം എവിടെയാണുള്ളതെന്ന്. വളരെ പരിചയസമ്പന്നനായിട്ടുള്ള ആളാവുമ്പോൾ നമ്മളൊരു മരുന്നിന് ഷീട്ടും കൊണ്ട് പോയി കഴിഞ്ഞാൽ ഈ ഷീട്ട് നോക്കി ഇയാൾ നമ്മളോട് വർത്തമാനം പറഞ്ഞുകൊണ്ടായിരിക്കും എടുക്കുന്നത്. പക്ഷെ കൈ അല്പം പോലും തെറ്റില്ല. നമ്മൾ അയ്യോ വൈദ്യരെ മരുന്നൊന്നും മാറല്ലേ, നോക്കി എടുക്കൂ കേട്ടോ, മരുന്ന് മാറിയാൽ അപകടമാവും, ഉദ്ദേശിച്ച കഷായത്തിൻ്റെ ഫലമല്ല വേറൊരു മരുന്ന് ചേർത്താൽ ഉണ്ടാവുക. നീ എന്നെ പഠിപ്പിക്കണ്ടോ, എനിക്ക് കുറേ കാലമായി ഇതൊക്കെ. അതെ, അയാളെ കൈ വേണ്ടെടുത്ത് പോവും, ചേരും ഒരു കഷായം. വേറൊരു കഷായം കൊടുത്താലും അയാൾ ഇങ്ങോട്ടൊക്കെ നോക്കിയിട്ട് എടുത്തു തരുന്നുണ്ട്. ചേരുന്ന ഘടകങ്ങളൊക്കെ ഒന്ന് തന്നെ, വ്യത്യസ്ത അനുപാതത്തിൽ ചേരുമ്പോൾ വസ്തു വ്യത്യസ്തമായി. ഇത്രയല്ലേ ഉള്ളൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതിലല്ലേ നിന്നെ ഞാൻ കാണിച്ചു തരാം, നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇങ്ങനെ ജീവിച്ചു പോണത്. മാനോ അപമാനോ, ശീതോ ഉഷ്ണോ, സുഖവും ദുഃഖവും, എന്തെല്ലാം വികാരങ്ങൾ. ഒന്ന് ചിന്തിക്കുക.
ഇവിടെ നിന്ന് തൻ്റെ വിപശ്ചി സ്വരൂപം എന്താണ് എന്നൊരു നിമിഷം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുകയാണ്. സകല ബൗദ്ധ പ്രത്യയങ്ങളും ആരിൽ നിന്നാണോ ആവിർഭവിക്കുന്നത്, ആരിലേക്കാണോ വിലയിക്കുന്നത്? പ്രതിബോധ വിദിതം മതം. ആ ബോധസ്വരൂപമാണ് വിപശ്ചിത്. അറിയുന്നവൻ ഞാനാ, അതിൽ സംശയമൊന്നുമില്ല. എല്ലാവർക്കും അറിയാം, അറിയുന്നവൻ ഞാനാ. അറിയപ്പെടുന്നത് ശരീരം, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, പിന്നെ പുറമെ കാണുന്നത് ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, കൃമി, കീടം, അത് ഇത് എല്ലാം അറിയപ്പെടുന്നതാണ്. ജഗത്ത്, ഈശ്വരൻ എന്നെന്ത് പറഞ്ഞാലും എല്ലാം എന്നാൽ അറിയപ്പെടുന്നതാണ്. അറിയുന്നവൻ ഞാനേകൻ. ഈ അറിയുന്ന തൻ്റെ സ്വരൂപത്തെയാണ് വിപശ്ചിത് ശബ്ദം കൊണ്ട് പറഞ്ഞത്. വിപശ്ചിത് ന ജായതേ, ജനിക്കുന്നില്ല. ന മ്രിയതേ, മരിക്കുന്നില്ല. ജനന മരണങ്ങളെല്ലാം ശരീരത്തിൻ്റെത്. ശരീരമടങ്ങുന്ന പ്രപഞ്ചം ജഗത്താണെന്ന് നേരത്തെ പറഞ്ഞു. ജഗത്ത് ചലനാത്മകമാണെന്ന് പറഞ്ഞു. ചലന സ്വഭാവമുള്ളതിനാണ് ജഗത്തെന്ന് പറയുന്നത്. കേവല യുക്തി കൊണ്ട് നമുക്ക് ആലോചിച്ചാൽ അറിയാം, ചലനം സംഭവിക്കണമെങ്കിൽ ചലിക്കാത്ത അധിഷ്ഠാനം നിർബന്ധമാണ്. അധിഷ്ഠാനത്തിൻ്റെ ചലനത്തിൽ വസ്തു ചലിക്കുന്നതല്ല. എത്ര ഓടിയാലും ഇളകുന്നില്ല. പണ്ട് ഈ ദൃഷ്ടാന്തമൊക്കെ പറയണമെങ്കിൽ വിഷമാണ്. ഇപ്പോൾ ട്രെഡ്മില്ലൊക്കെ എല്ലായിടത്തും വ്യാപകമായി. പല വീടുകളിൽ തന്നെ ഈ സാധനം ഉണ്ടാവും. പല വീടുകളിൽ ഈ സാധനം എന്ന് പറഞ്ഞാൽ പോരാ, ഒന്നിലധികം ഉണ്ടാവും. ഭാര്യയ്ക്ക് ഓടേണ്ടപ്പം തന്നെ ഭർത്താവിനും ഓടേണ്ടി വരും. അപ്പോൾ രണ്ടാളും പ്രത്യേകം വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ മില്ലുകൾ തന്നെ ഉണ്ടാവും. അതെ, അതൊക്കെ പല ജാതിയുണ്ട്. അപ്പോൾ എത്ര ഓടിയാലും നിന്നെടുത്ത് നനങ്ങണില്ല. എന്താ അപ്പോൾ അത് കഥ? ഇപ്പം ഈ ഓട്ടം വെറുതെ ആയില്ല. അതായിട്ട് നിരന്ന സ്ഥലത്ത് കൂടെ ഓടുക കാണിച്ചാൽ എത്ര ഫലമുണ്ട്. എവിടേക്കോ എത്തിപ്പോണ്ടതാ. ചലനം എപ്പോഴും അചലമായൊരടിസ്ഥാനത്തെ ആശ്രയിക്കുന്നു. ഏത് ചലനവും അത് ഭൂമി ചലിക്കുന്നു എന്ന് പറഞ്ഞാലും, സൂര്യൻ ചലിക്കുന്നു എന്ന് പറഞ്ഞാലും, സൗരയൂഥം ചലിക്കുന്നു എന്ന് പറഞ്ഞാലും, ഈ സൗരയൂഥം അടങ്ങുന്ന ഗാലക്സി ഒന്നായിട്ട് ചലിക്കുന്നു എന്ന് പറഞ്ഞാലും, ചലനം എപ്പോഴും അചലമായൊരടിസ്ഥാനത്തിൻ്റെ അപേക്ഷയിലാണ്. അല്ലാതെ ചലനം സംഭവിക്കില്ല. ആ അധിഷ്ഠാന സത്തത്വത്തെയാണ് പറയുന്നത് ന ജായത്തെ ന മ്രിയത്തെ, ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. ഈ ജനിക്കുകയോ മരിക്കുകയോ ചെയ്യാത്തതാണ് തൻ്റെ സ്വരൂപമെന്നറിയുന്നവന് ജനന മരണങ്ങൾ ഇല്ല. ശ്രദ്ധിക്കുക. നമ്മൾ ഏതിനോടാണ് നമ്മെ തിരിച്ചറിയുന്നത്? നമ്മൾ ഏതിനോടാണ് നമ്മെ താതാത്മ്യപ്പെടുന്നത്? കാണപ്പെടുന്നതിനോടാണോ കാണുന്നവനോടാണോ? കാണപ്പെടുന്നതിനോടാണെങ്കിൽ നമ്മൾ ജനിച്ചു മരിക്കുന്നതാണ്. അയ്യോ, ഞാൻ മരിക്കുമല്ലോ, ഞാൻ ഇത്രാം തീയതി ജനിച്ചു, ഇത്രാം തീയതി എൻ്റെ ജന്മദിനമാണ്. അതെ. അല്ല, ഈ ജനന മരണങ്ങളെല്ലാം സാക്ഷിഭാവത്തിൽ കാണുന്ന സകല വിഷയങ്ങളെയും വിഷയീകരിക്കുന്ന വിഷയിയുടെ സ്വരൂപത്തെയാണോ ഞാനെന്നറിയുന്നത്? എങ്കിൽ ജനനമോ മരണമോ ഇല്ല. ഇത്രയേ ഉള്ളൂ. നമ്മുടെ ദൃഷ്ടിക്കനുസരിച്ചാണിത്. ചിന്തിക്കുക. ഇവിടെ വിഷയങ്ങളോടുള്ള താതാത്മ്യത്തിൽ നിന്ന് നമ്മെ ഉയർത്തി വിഷയിയുടെ സ്വരൂപത്തിലേക്ക് നയിക്കുന്നു. ന ജായതേ മ്രിയതേ വാ, ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. ന അയം കുതശ്ചിത് ബഭൂവ കശ്ചിദപി ന ബഭൂവ. കുതശ്ചിത് കാരണാന്തരാത്, മറ്റൊരു കാരണാന്തരത്തിൽ നിന്നിത് ഭവിക്കുന്നില്ല, ഭവിച്ചിട്ടില്ല.
താല്പര്യം. അപ്പോൾ ജനിക്കുന്നു മരിക്കുന്നില്ല, എന്നാൽ എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടായതാവണ്ടേ, ഉള്ളത് എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ടായിരിക്കണ്ടേ. സകല ഉണ്ടാവലുകൾക്കും സകല നശിക്കലുകൾക്കും അടിസ്ഥാനഭൂതമായ ഉണ്മ ഉണ്ടാകുന്നതല്ല, അതിനൊരു കാരണാന്തരമില്ല. ഉണ്ടാവുന്നതൊക്കെ നശിക്കുന്നതുമാണ്. ഉണ്ടാവുന്നതും നശിക്കുന്നതുമൊക്കെ വികാരങ്ങളാണ്. ഉണ്ടാവുന്നതും നശിക്കുന്നതുമൊക്കെ വിഷയങ്ങളാണ്. വിഷ്ണുവിന് ജന്മനാളുണ്ടെങ്കിൽ, ശിവന് ജന്മനാളുണ്ടെങ്കിൽ, ബ്രഹ്മാവിന് ജന്മനാളുണ്ടെങ്കിൽ അവരൊക്കെ ജനിച്ചതും വിഷയങ്ങളുമാണ്. ഒക്കെ നമ്മൾ ആചരിക്കാറുണ്ട് ഇല്ലേ? തിരുവാതിരയാണ് സ്വാമി ശിവൻ്റെത്. റൈറ്റ്, സന്തോഷം. പ്രത്യേക നോൽമ്പ് നോറ്റോളൂ, വ്രതങ്ങൾ പാലിച്ചോളൂ. തിരുവോണം വിഷ്ണുവിൻ്റെയാ? അങ്ങനെയാ. എന്നാൽ പിന്നെ പ്രത്യേക ഒരു ഉപാസന നടക്കട്ടെ. ബ്രഹ്മാവിൻ്റെ ഏതാണെന്ന് അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു തരാം, എന്നാൽ കേട്ടാൽ പരിചയമാവും. ഏതായാലും ഇങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട്. എല്ലാവർക്കും ജന്മതിഥികളുണ്ട്. ഭൂമിക്ക് ജന്മതിഥിയുണ്ട്, ചന്ദ്രനുണ്ട്, സൂര്യനുണ്ട്, എനിക്കുണ്ട്, നിനക്കുണ്ട്. എപ്പോ? വിഷയത്തോട് താതാത്മ്യപ്പെടുമ്പോൾ. എന്നാൽ ഇതല്ല ഞാൻ, എൻ്റെ സ്വരൂപം ഇതല്ല എന്നറിയുമ്പോൾ ന ജായതേ മ്രിയതേ. സകല വികാരങ്ങൾക്കും അധിഷ്ഠാനമായ അവികാര്യ സ്വരൂപം, അവികാര്യോയമുച്യത്തെ. ശ്രദ്ധിക്കുക. ഇത് വിചാരം ചെയ്യുമ്പോൾ ഒക്കെ ശരി തന്നെ, പക്ഷേ പറഞ്ഞു വിടുന്ന അങ്ങോട്ട് എണീക്കുമ്പോഴത്തേക്ക് മാറിപ്പോണ്ടല്ലോ. ഇപ്പോൾ ശരിയാണ്, വിഷയം ഇതൊക്കെ വേർതിരിച്ച് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതങ്ങനെയാണ്. നിരന്തര അഭ്യാസം കൊണ്ട് നമ്മളങ്ങോട്ട് ഉറപ്പിച്ച് വെച്ചിരിക്കുക. എന്ത്? ഞാൻ ഇതൊക്കെയാണ്. അങ്ങനെ ജന്മജന്മാന്തരങ്ങളിലൂടെ അഭ്യസിച്ച് ഉറപ്പിച്ച് വച്ചിരിക്കുക. അതെ, കഴിഞ്ഞ ദിവസം ഇവിടെ ഉറക്കുണ്ടായി എന്നാണ് തോന്നുന്നത്. ധനരാജഗിരി സ്വാമികളുടെ അവസാന സന്ദർഭം, ശരീര ഉപേക്ഷ സന്ദർഭം. കൈലാസാശ്രമത്തിൻ്റെ സ്ഥാപകനായിരുന്ന ധനരാജഗിരി സ്വാമികൾ വിദ്വത് വരിഷ്ഠനായിരുന്നു. അതെ, അക്കാലത്ത് ഋഷികേശിൽ കൈലാസാശ്രമം ചെറിയൊരാശ്രമമാണ്. സാധുക്കൾക്ക്, സന്യാസിമാർക്കൊക്കെ കാലാക്കമ്പിളിവാലയുടെ അന്നക്ഷേത്രത്തിൽ നിന്നാണ് ഭക്ഷണം. 2 നേരം ഭിക്ഷ. അവിടെയോ കൃത്യസമയത്തിനാണ്. 10 മണി പറഞ്ഞാൽ 10 മണി കഴിഞ്ഞാൽ ഭക്ഷണം ഉണ്ടാവില്ല. വൈകുന്നേരം 5 മണി പറഞ്ഞാൽ 5 മണി, പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല. അപ്പോൾ സാധുക്കൾ, സന്യാസിമാരൊക്കെ ആ സമയത്ത് പോവും, ഭക്ഷണമാവും. കൈലാസാശ്രമത്തിൽ നിന്ന് എന്താ പ്രശ്നം? കൈലാസാശ്രമത്തിൽ നിന്ന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ, ഈ ശാസ്ത്ര വിചാരത്തിൽ അങ്ങോട്ട് ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ദേശവും കാലവും ഉണ്ടാവില്ല. ധനരാജഗിരി സ്വാമികളുടെ ശാസ്ത്ര വിചാരത്തിൽ അങ്ങോട്ട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ദേശവും കാലവും ഇല്ല. അപ്പോൾ ശിഷ്യന്മാർ ചിലപ്പോൾ നോക്കുമ്പോൾ അന്നക്ഷേത്രത്തിലെ സമയമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അവർ കഴിക്കുകയും വേണം, ഗുരുനാഥന് കൊണ്ട് കൊടുക്കുകയും വേണം. വലിയ പ്രശ്നമായി. കുറേ ദിവസങ്ങളായപ്പോൾ അവിടെ നിയമം വെച്ചു, കൈലാസാശ്രമത്തിൽ നിന്ന് വരുന്നവർക്ക് കുറച്ചു നേരം കഴിഞ്ഞാലും കുഴപ്പമില്ല. തമാശയല്ല. അങ്ങനെ ദേശകാലങ്ങൾക്കപ്പുറത്തേക്ക് നമ്മളെ നയിക്കുന്ന ശാസ്ത്രവിചാരത്തിൻ്റെ ആഴങ്ങളിലൂടെ സഞ്ചരിച്ച ശിഷ്യന്മാർ, വെറും ശിഷ്യന്മാരല്ല, എല്ലാവരും വേദാന്ത ശാസ്ത്രത്തെ വ്യാഖ്യാനിക്കാനും പഠിപ്പിക്കാനുമൊക്കെ പ്രഗത്ഭർ. അങ്ങനെയുള്ളവരാണ് തങ്ങളുടെ ഗുരുനാഥൻ്റെ ശരീരവിയോഗം അടുത്തു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോൾ ആകെ വിഷണ്ണരായത്, ദുഃഖിതരായത്.
ഗുരുനാഥൻ ബോധരഹിതനായി കിടക്കുന്നു. ശിഷ്യന്മാർ മൂക്ക് പിഴിഞ്ഞും കണ്ണ് തുടച്ചും ഒക്കെ ചുറ്റും ആ കാഴ്ചയൊന്ന് കാണുക മനസ്സിൽ. മുമ്പിൽ അങ്ങനെ ആശ്രമത്തിന് മുമ്പിലൂടെ ഗംഗാജി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. ഒന്ന് മനസ്സ് കണ്ടു വെക്കുക രൂപം. ഇവരെല്ലാവരും നിറഞ്ഞ കണ്ണുകളോടുകൂടി ചിലർ തുടയ്ക്കുന്നു, ചിലർ മൂക്ക് പിഴിയുന്നു, ഇങ്ങനെയൊക്കെയുള്ള രൂപത്തിൽ നിൽക്കുക. പെട്ടെന്ന് ആ ഗുരുനാഥൻ കണ്ണു തുറന്നിട്ട് ആദ്യം പറഞ്ഞ വാക്ക് വെറുതെ ആയിപ്പോയല്ലോ എൻ്റെ സമയം എന്നാ. ഞാൻ വെറുതെ ഇവരെയൊക്കെ നജായതേ മ്രിയദേവാ വിപശ്ചിത് എന്നൊക്കെ പഠിപ്പിച്ചിട്ട് എൻ്റെ സമയം ഞാൻ വെറുതെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എല്ലാവരും ചുറ്റും കൂടി ഈ മന്ത്രമാണ് ഉപദേശിച്ചത്. ഈ മന്ത്രവും ഇതിൻ്റെ അനുവാദം ഗീതാകാരൻ ഭഗവത്ഗീതയിൽ ചെയ്തിട്ടുണ്ട് ഭഗവാൻ. ചെറിയ പരിവർത്തനത്തോടു കൂടി, ചെറിയ പരിവർത്തനം എങ്കിലും ഇതിൻ്റെ അനുവാദമാണ്. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, വേദാന്ത സാരമാണ് ഗീത. എല്ലാ ഉപനിഷത്തുക്കളിലെയും ആശയങ്ങൾ ഗീതയിൽ സംഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും വാക്യങ്ങൾ അതേപടി എടുത്തുദ്ധരിച്ചത് കഠോപനിഷത്തിൽ നിന്നാണ്. ഈ മന്ത്രവും വേറെയും മന്ത്രങ്ങളും. ഇനി ആശയങ്ങളുടെ ഏറ്റവും സാമ്യം നമുക്ക് കാണുന്നതും കഠോപനിഷത്തിനോടാണ്, ഗീതയ്ക്ക്. സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. ശരി, അപ്പോൾ അങ്ങനെ നജായതേ മ്രിയദേവ എന്നുള്ള മന്ത്രം വ്യാഖ്യാനിച്ച് ശിഷ്യന്മാർക്ക് ബോധിപ്പിച്ച് ആ പരമഗുരുനാഥൻ ശരീരം അങ്ങോട്ട് ഉപേക്ഷിച്ചു. അതെ, ഇങ്ങനെയാണ് ധനരാജഗിരി സ്വാമികളുടെ ശരീര വിയോഗം. ധനരാജഗിരി സ്വാമികളാണ് കൈലാസാശ്രമം സ്ഥാപിച്ചത്. ആ കൈലാസാശ്രമത്തിൽ നിന്നാകുന്നു ഇന്ന് ലോകം മുഴുവൻ തന്നെ അദ്വൈത സമ്പ്രദായത്തിൽ ശാസ്ത്ര പ്രസരണം ചെയ്യുന്ന മഹാപുരുഷന്മാരൊക്കെ പുറപ്പെട്ട് പ്രചരിച്ചിട്ടുള്ളത്. അതെങ്ങനെയെന്ന് ചോദിച്ചാൽ അതങ്ങനെ തന്നെ. ലോകം മുഴുവൻ ഏറ്റവുമധികം വർഷങ്ങളായി ശാസ്ത്ര പ്രചരണത്തിൽ ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനം പ്രവർത്തിക്കുന്നു. ശ്രീരാമകൃഷ്ണ പ്രസ്ഥാനത്തിൽ സന്യാസ ദീക്ഷാ വിധാനം, അതിൻ്റെ ക്രമം കൈലാസാശ്രമത്തിലെ അതേ ക്രമത്തിൽ അവിടെയുള്ള ഹസ്തലിഖിത പുസ്തകത്തിൽ നിന്ന് അനുവാദം ചെയ്ത് കൊണ്ടുപോയിട്ട് ചെയ്യുന്നതാണ്. വിവേകാനന്ദ സ്വാമികളാവട്ടെ, അഖണ്ഡാനന്ദ സ്വാമികളാവട്ടെ, അഭേദാനന്ദ സ്വാമികളാവട്ടെ കൈലാസാശ്രമത്തിൽ താമസിച്ച് സ്വാധ്യായം ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നീട് ഏറ്റവുമധികം ശിഷ്യ പരമ്പര വ്യാപിച്ച് ലോകം മുഴുവൻ പ്രസരിച്ചിട്ടുള്ളത് ശിവാനന്ദ സരസ്വതി സ്വാമികളുടെ ശിഷ്യന്മാരാണ്. ശിവാനന്ദ സരസ്വതി സ്വാമികൾ കൈലാസാശ്രമത്തിൽ നിന്നാണ് സന്യാസം. അവിടെ നിന്നാണ് പിന്നെ ചിന്മയാനന്ദ സ്വാമികൾ ശിവാനന്ദ സ്വാമികളുടെ ശിഷ്യനായിട്ട്. അവിടെ നിന്ന് അങ്ങോട്ട് ഒട്ടനവധി ആചാര്യന്മാരെ നമുക്കറിയാം. കേരളത്തിൽ ശാസ്ത്ര പ്രചരണത്തിൽ നമ്മൾ ഏറ്റവും കടപ്പെട്ടിരിക്കുന്ന ജ്ഞാനാനന്ദ സരസ്വതി സ്വാമികൾ, അതുപോലെ അവരുടെ ശിഷ്യ പരമ്പര വന്നത് ജ്ഞാനാനന്ദ സ്വാമികൾ ശിവാനന്ദ സ്വാമികളുടെ നിന്ന് സന്യാസം, ശിവാനന്ദ സ്വാമി ആകട്ടെ കൈലാസത്തു നിന്ന് സന്യാസം. ഇങ്ങനെ നമ്മൾ ഓരോ തരംതിരിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് ഭാരതത്തിൽ ലോകത്തിൽ അദ്വൈത സിദ്ധാന്തമനുസരിച്ച് ശാസ്ത്രപ്രചരണം ചെയ്യുന്ന മഹാപുരുഷന്മാരൊക്കെ തന്നെ ആ കൈലാസാശ്രമവുമായി പ്രത്യക്ഷമായോ അല്ലാതെയോ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാവും. ആ സ്ഥാപനത്തിൻ്റെ ദീർഘദർശിയായ സ്ഥാപകനാണ് ധനരാജഗിരി സ്വാമികളെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇരിക്കട്ടെ, വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ന ജായതേ മ്രിയതേ വാ വിപശ്ചിത് നായം കുതശ്ചിത്
ബഭൂവ. ഇത് മറ്റൊന്നിൽ നിന്ന് ഭവിച്ചതല്ല. മറ്റൊന്നിൽ നിന്ന് ഭവിച്ചത് ഒരിക്കലും ന ജായതേ മ്രിയതേ വ എന്നുള്ള വിശേഷണത്തിന് അർഹമാവില്ല. എല്ലാ ഭവനങ്ങളും ഏതൊരധിഷ്ഠാനത്തിൽ നിന്നോ അതാകുന്നു താനെന്ന് അനുസന്ധാനം ചെയ്യും. ശ്രദ്ധിക്കുക. ഇത് വിചാരത്തിലൂടെ, സൂക്ഷ്മമായ അനുസന്ധാന പ്രക്രിയയിലൂടെ മാത്രമേ ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കൂ. അല്ലാച്ചാൽ പറയാം, കേൾക്കാം, രണ്ടും സുഖമാണ്. പറയാനും സുഖം, കേൾക്കാനും സുഖം. കേട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു. പിന്നെന്താ? എന്താ കേട്ടു, ന ജായതേ മ്രിയതേവ. ഞാനും നിനക്ക് പറഞ്ഞു തരാം. എന്താണ് ന ജായതേ മ്രിയതേവ? ഇത് പറയേണ്ടുന്ന വിഷയമല്ലിത്. ഇത് കേൾക്കേണ്ടുന്ന വിഷയമല്ലിത്. ഇത് പറയുകയും കേൾക്കുകയും ചെയ്യുന്നത് ഈ വക വ്യവഹാരങ്ങൾക്കപ്പുറത്ത് ഇതിൻ്റെ ആന്തരിക താല്പര്യത്തിലേക്ക് സ്വയം താനെന്ന് ബോധിക്കാനാണ്. ന ജായതേ മ്രിയതേ വാ നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത്. കശ്ചിതപി, മറ്റൊന്നും തന്നെ ഇതിൽ നിന്നും ഭവിക്കുന്നില്ല. ഇതൊന്നിൽ നിന്നും ഭവിച്ചതല്ല. സത്യം ഒന്നിൽ നിന്നുണ്ടാവുന്നതല്ല, സത്യത്തിൽ നിന്ന് മറ്റൊന്ന് ഉണ്ടാവുന്നുമില്ല. സത്യം സദാ അപരിണാമിയാണ്. ഈ സത്യമാണ് തൻ്റെ സ്വരൂപമെന്നറിയുക. അവിടെ നമ്മൾ ഏതിനോട് താതാത്മ്യപ്പെട്ടു, എന്തിനെ താനെന്ന് തിരിച്ചറിഞ്ഞു? വിഷയപ്രപഞ്ചത്തിൽ നിന്ന് മാറ്റി സകല വിഷയങ്ങളും ആർക്ക് വിഷയീഭവിക്കുന്നുവോ ആ ജ്ഞാനസ്വരൂപത്തിലേക്ക് ഈ ദൃഷ്ടി ചെന്നു. ഇതാണ് ഇതിൻ്റെ പ്രയോജനം. ശ്രദ്ധിക്കുക. ന ജായതേ മ്രിയതേവ വിപശ്ചിത് നായം കുതശ്ചിത് ന ബഭൂവ കശ്ചിത്. ന ബഭൂവ കശ്ചിത്. കശ്ചിത് ന ബഭൂവ. കശ്ചിത്, ആരും തന്നെ. ന ബഭൂവ, ഉണ്ടായില്ല ഇതിൽ നിന്ന്. ഇതാകട്ടെ കുതശ്ചിത് ന ബഭൂവ, ഒന്നിൽ നിന്നും ഉണ്ടായില്ല. പിന്നെ ന ജായതേ, ജനിക്കുന്നില്ല. ന മ്രിയതേ, മരിക്കുന്നുമില്ല. ജനന മരണങ്ങളാകുന്ന വികാരങ്ങൾക്കെല്ലാം അധിഷ്ഠാനഭൂതമായി ജനിക്കാതെ മരിക്കാതെ നിലകൊള്ളുന്നതാണ് തൻ്റെ സ്വരൂപം. ഇത് നല്ലപോലെ അനുസന്ധാനം ചെയ്യാം. അതുകൊണ്ട് വികാരങ്ങളോടുള്ള തൻ്റെ താതാത്മ്യമാണ് തൻ്റെ വൈകാരിക ഭാവങ്ങൾക്കൊക്കെ കാരണം. വികാരങ്ങളോടുള്ള തൻ്റെ താതാത്മ്യം മാറി അവികാരിയായ സ്വരൂപത്തിൽ താതാത്മ്യപ്പെടട്ടെ. അതറിഞ്ഞാലോ അജഹ നിത്യഃ ശാശ്വതഃ അയം പുരാണഃ. അജഹ, ജന്മരഹിതനാണ്. ന ജായതേ എന്ന് പറഞ്ഞതിൻ്റെ അനുവാദം മാത്രമാണത്. സാധാരണഗതിയിൽ സാഹിത്യത്തിലൊക്കെ ആവർത്തനം ദോഷമാണ്. സാഹിത്യത്തിൽ ആവർത്തനം ദോഷമായിട്ടാണ് ഗണിക്കുന്നത്. ആവർത്തിച്ച് പറയുന്നത് ഏറ്റവും വലിയ ദോഷങ്ങളിലൊന്നാണ് സാഹിത്യത്തിൽ. എന്നാൽ വേദാന്തത്തിൽ ആവർത്തനം ദൂഷണമല്ല, ഭൂഷണമാണ്. കാരണം അവിടെ ആവൃത്തി രസകൃതുപദേശാത്, ആവർത്തിച്ചാവർത്തിച്ച് പല പ്രാവശ്യം ഉപദേശിക്കുന്നത് കൊണ്ടാണ് സാധകനുള്ളിലൊരു സൂക്ഷ്മ പ്രത്യയം ഉണ്ടാവുന്നത്. അതുകൊണ്ട് പറഞ്ഞാൽ തന്നെ പറയും. അത് വേദാന്തികളായ ആചാര്യന്മാരും അതെ പറഞ്ഞാൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പുതിയൊന്നും പറയാനില്ല. പുതിയ എന്തെങ്കിലും ഉണ്ടായിട്ട് വേണ്ടേ പുതിയ പറയാൻ? ചിന്തിക്കുക. അതുകൊണ്ട് ന ജായത എന്ന് പറഞ്ഞത് തന്നെ ആവർത്തിക്കുന്നു. അജഹ. ന മ്രിയത്തെ എന്ന് പറഞ്ഞതിനെ ആവർത്തിക്കുന്നു. നിത്യഃ, ജന്മരഹിതൻ. നിത്യൻ, നിത്യൻ നാശരഹിതൻ. അജോ നിത്യ ശാശ്വതഃ, ശാശ്വതൻ. ശാശ്വതൻ
നിത്യൻ പറഞ്ഞിട്ട് പിന്നെ ശാശ്വതൻ പറയണോ? നിത്യനും ശാശ്വതനും ഒന്ന് തന്നെയല്ലേ? നിത്യനും ശാശ്വതനും ഒന്ന് തന്നെയാണ്. എന്നാലും നോക്കൂ, ഒരാളുടെ നിത്യത്വം, ശാശ്വതത്വം ഒക്കെ വേണമെങ്കിൽ ചെറിയ വ്യത്യാസം നമുക്ക് കണ്ടെത്താം. ഒരാളെ കൊണ്ട് നമ്മൾ പറഞ്ഞു അയാൾ കഴിഞ്ഞു പോയിട്ടു, കഴിഞ്ഞു പോയി പറഞ്ഞാൽ മരിച്ചു, മരിച്ചു പോയി. ഇനി മരിക്കാത്ത ആളെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട് ചിലപ്പോൾ കഴിഞ്ഞു പോയി എന്ന്, ഇല്ലേ? ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ വലിയൊരു ധനികനുണ്ടായിരുന്നു എന്ന് വിചാരിച്ചോളൂ. വലിയ ധനികനാണ്, ഒരു കോടീശ്വരൻ. സന്ദർഭവശാൽ അയാളുടെ ധനം മുഴുവൻ പോയി. ഇപ്പോൾ കോടീശ്വരൻ എവിടെയോ കോടിയിരിക്കുക. അപ്പം നമ്മൾ പറയും, അയാൾ പോയി കിട്ടുമോ, ആ മുതലാളി പോയി, ഇല്ലേ? അയാൾ പോയി. എന്തു, അയാൾ ജീവനോടുണ്ടല്ലോ, ജീവനോടുണ്ട്, പറഞ്ഞിട്ടെന്ത് കാര്യം, അയാൾ പോയി കഴിഞ്ഞു. അല്ലെങ്കിൽ വലിയൊരു വിദ്വാൻ ഉണ്ടായിരുന്നു വിചാരിച്ചോളൂ, വലിയൊരു വിദ്വാൻ, അയാൾ അവിദ്വാനായിപ്പോയി. അങ്ങനെ വരാം. പിരിയൊന്ന് ലൂസാവുകയോ ടൈറ്റാവുകയോ ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ പറയും കഴിഞ്ഞു കേട്ടോ, അയാളെ കാര്യം കഴിഞ്ഞു, ഇനി അയാളെ നോക്കണ്ട. അതുപോലെ തന്നെ സമൂഹത്തിൽ വലിയ സൽപ്പേര്, യശസ്സുള്ള പലരും ഉണ്ടാവും. അങ്ങനെ വലിയ യശസ്സുള്ള ആരുടെയെങ്കിലും യശസ് തീർത്തും പോയി, സത്കീർത്തി പോയി, ദുഷ്കീർത്തി തലസ്ഥാനത്ത് വന്നു എന്ന് വിചാരിച്ചോളൂ. അപ്പം നമ്മൾ പറയും അയാൾ പോയിട്ടോ, കഴിഞ്ഞു പറയും. ഇതൊക്കെ പതിവുണ്ട്. അപ്പോൾ ആത്മനാശം, ആത്മീയ നാശം, ഇങ്ങനെ രണ്ട് നാശങ്ങളുണ്ട്. ആത്മനാശത്തിലും ആത്മീയ നാശത്തിലും നമ്മൾ നാശം പറയാറുണ്ട്. ഈ രണ്ട് വിധ നാശങ്ങളും ഇല്ലെന്ന് കാണിക്കാൻ നിത്യഃ എന്ന് പറഞ്ഞിട്ട് ശാശ്വതഃ എന്നും പറഞ്ഞു. ഇനി മറ്റൊരു തലത്തിൽ, ഇപ്പോൾ ജീവനോടുകൂടി ഒരാൾ ഇരിക്കുന്നു, എന്നാൽ തന്നെയും അയാൾക്ക് വയോഹാനി വരുന്നു, വാർദ്ധക്യം അയാളെ ഗ്രസിക്കുന്നു. അപ്പോൾ വാർദ്ധക്യം അയാളെ ഗ്രസിക്കുന്നു, അയാൾ ജീവനോടുണ്ടെങ്കിലും ഇപ്പോൾ ഇല്ലാത്തതിന് തുല്യമാണ്. രോഗാദി ക്ലേശങ്ങളാലൊക്കെ വന്നാലും വാർദ്ധക്യത്താൽ ഗ്രസിക്കപ്പെട്ടാലും ഒക്കെ. അപ്പം ഈ വക പരിണാമങ്ങളും സംഭവിക്കുന്നില്ല എന്ന് സൂചിപ്പിക്കുകയാണ് നിത്യഃ എന്ന് പറഞ്ഞത് കൂടാതെ ശാശ്വതഃ എന്ന് പറഞ്ഞത്. ശ്രദ്ധിക്കുക. അജോ നിത്യ ശാശ്വതഃ അയം, ഇവൻ പുരാണഃ, പുരാണനാണ്. പുരാണൻ ആത്മാവിൻ്റെ പര്യായമാണ്. എന്നും പുതിയവൻ, പണ്ടും പുതിയവൻ, ഒരിക്കലും പഴകാത്തവൻ. കാലത്താൽ ബാധിക്കപ്പെടാത്തവൻ. കാലത്താൽ ബാധിക്കപ്പെടുന്ന വസ്തുക്കളൊക്കെ പഴകും, പഴകാത്തൊന്നുമില്ല. പഴകാത്തത് ഉണ്ടാവാത്തത് മാത്രം. പുരാണഃ. ഇത്രയും ആത്മസ്വരൂപത്തെ വർണ്ണിക്കുകയാണ്. അജഃ, നിത്യഃ, ശാശ്വതഃ, പുരാണഃ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അയം എന്നുള്ള ശബ്ദമാണ് ചേർത്ത് പറഞ്ഞത്. സഹ എന്നല്ല, അവൻ എന്നല്ല, അയം, ഇവൻ. സഹ ന ജായതേ മ്രിയതേ വാ, കുതശ്ചിന്ന ബഭൂവ, കശ്ചിന്ന ബഭൂവ, സഹ നിത്യഃ, അജഃ, ശാശ്വതഃ, പുരാണഃ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും സഹ, അവൻ ഏതോ ദേവലോകത്തുള്ള, സ്വർഗത്തിലുള്ള, അവിടെയുള്ള, ഇവിടെയുള്ള ഒരു ദൈവം, അല്ലെങ്കിൽ ഈശ്വരൻ, എന്നിൽ നിന്ന് ഭിന്നനായിട്ടൊരു ഈശ്വരനുണ്ട്, ആ ഈശ്വരനെ കൊണ്ടാ ഗുരുനാഥൻ പറയുന്നതെന്ന് ശിഷ്യൻ തെറ്റിദ്ധരിക്കും. എപ്പോൾ സഹ എന്നാണ് പറഞ്ഞതെങ്കിൽ, അവൻ എന്നാണ് പറഞ്ഞതെങ്കിൽ. അവൻ എന്നല്ല പറഞ്ഞത്, അയം, ഇവൻ. ഈ പ്രത്യക് സ്വരൂപമായി സർവത്തെയും കണ്ടറിയുന്ന. നീ ആരെക്കുറിച്ചാണ് ചോദിച്ചേ?
ഏയം പ്രേതേ വിചികിത്സാ മനുഷ്യ എന്നല്ലേ? മരിച്ചാൽ ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു. ഇവന് മരണമില്ല. ഇവന് മരണം ഉണ്ടെങ്കിലല്ലേ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കണ്ടോ? അയം, ശ്രദ്ധിക്കുക, ഈ മന്ത്രത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട പദമാണ് അയം എന്നുള്ള പദം. ഇവൻ, അവനല്ല. ന ഹന്യത്തെ ഹന്യമാനേ ശരീരേ. ഹന്യമാനേ ശരീരേ, ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ. ന ഹന്യതേ, ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ, കൊല്ലപ്പെടുന്ന ശരീരത്തിൽ. ന ഹന്യതേ, കൊല്ലപ്പെടുന്നില്ല. ശരീരമാണോ, അതിൻ്റെ ധർമ്മമാണ് കൊല്ലപ്പെടുക എന്നുള്ളത്. കൊല്ലപ്പെടാനോ? എല്ലാവരും ഇപ്പോൾ കൊല്ലപ്പെടുക സ്വാഭാവിക മരണമാണ് സ്വാമി. ആയിക്കോട്ടെ, അതൊരു കൊല്ലപ്പെടലല്ലേ? കാലത്താൽ കൊല്ലപ്പെടുന്നു, കാലനാൽ കൊല്ലപ്പെടുന്നു, അത്രയേ ഉള്ളൂ. കാലനാൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ വേറൊരാൾ പറഞ്ഞു അങ്ങനെയല്ല സ്വാമി, പിന്നെ എങ്ങനെയാ? അണുബാധയേറ്റിട്ട് കൊല്ലപ്പെട്ടു, റൈറ്റ്. അല്ലെങ്കിൽ ഇന്നിന്ന പ്രവർത്തനങ്ങൾ നിലച്ചു പോയതിനാൽ കൊല്ലപ്പെട്ടു, ഇന്നിന്ന പ്രവർത്തനം കൂടുതലായതുകൊണ്ട് കൊല്ലപ്പെട്ടു, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ നമ്മൾ മരിച്ചു എന്ന് പറഞ്ഞാലും സംഗതി കൊല്ലപ്പെട്ടത് തന്നെയാണ്. ഈ സ്ഥൂല ശരീരം സംഘാതരൂപം വിഘടിക്കപ്പെട്ടു, അത്രയേ ഉള്ളൂ. ഇത് ശരീരത്തിൻ്റെ ധർമ്മമാണ്. അതുകൊണ്ടാണ് ഇതിന് ആചാര്യന്മാർ ശരീരം എന്ന് പേര് കൊടുത്തത്. ശീര്യത ഇത് ശരീരം, ശീര്യത ഇത് ശരീരം. നശിച്ചു പോകുന്നത് എന്തോ അത് ശരീരം. അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. അതെ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. നശിച്ചു പോകുന്നത് എന്തോ. അയ്യോ, എന്നാൽ പിന്നെ എന്താ പിന്നെ മാറ്റി പറഞ്ഞു നോക്കണമല്ലോ. എന്താ പറയുക? ദേഹം, ദഹിച്ചു പോകുന്നത് ദേഹം, അത്രയേ ഉള്ളൂ. ഇനിയും വന്നാൽ പിന്നെ വേറെ വല്ല ഭാഷയെന്നൊക്കെ എടുത്ത് പറയേണ്ടി വരും. സംസ്കൃത തദ്ഭവമായിട്ടുള്ള ഒന്നും പറ്റില്ല. ഒക്കെ ശരീരം, ദേഹം എന്നൊക്കെ എന്നേ പറയുള്ളൂ. പക്ഷെ ചിലർക്കത് കേൾക്കുമ്പോൾ തന്നെ ഒരു വിഷമമാണ്. കാരണം അത്രയും കഷ്ടപ്പെട്ട് ശരിയാക്കി കൊണ്ടുവരികയാണേ ഇതിനെ. അപ്പോഴാണ് നശിച്ചു പോകുമല്ലോ പറയണത്. അതെ, എത്ര കഷ്ടപ്പാടുണ്ട്. ഉപനിഷത്ത് ക്ലാസ്സിലൊക്കെ വരണമെങ്കിൽ എത്ര കഷ്ടപ്പാട്. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകണമെങ്കിൽ എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ചു. മണിക്കൂറുകൾ പണിയാണ്. പെണ്ണിനല്ല, ചെക്കനല്ല, കാണാൻ പോകണം നമുക്ക്. അപ്പോൾ ഇതിങ്ങനെ പോകുന്നു കേൾക്കുമ്പോൾ ഒരു സുഖമുണ്ടോ ആർക്കെങ്കിലും? ശീര്യത ഇത് ശരീരം, ദഹ്യത ഇത് ദേഹം എന്നൊക്കെ പറയുമ്പോൾ ഒരു കണ്ണ് ചോരയില്ലാത്ത വർത്താനം പറയണു. പിന്നെ വേറെ എന്താ പറയുന്നാൽ? വേറൊന്നും പറയാൻ അറിയില്ല. സംസ്കൃത തദ്ഭവമായിട്ടുള്ള വാക്കുകൾക്കൊന്നും വേറൊന്നും പറയാൻ വയ്യ. ശരീരം, ദേഹം എന്നൊക്കെ തന്നെയേ പറയാൻ പറ്റൂ. അപ്പോൾ പിന്നെ സംസ്കൃതമായിട്ടൊരു ബന്ധമില്ല എന്നാണ് കേൾക്കുന്നത് തമിഴിന്. ആരാ പറഞ്ഞത് തമിഴിന് സംസ്കൃതമായിട്ട് ബന്ധമില്ല എന്ന്? കുറേ പദങ്ങൾ തമിഴിൽ സംസ്കൃതത്തിൽ നിന്ന് വന്നുണ്ട്. അപ്പോഴാണ് പോയി നോക്കുമ്പോൾ ഉടമ്പ് എന്നൊക്കെ പറയണത് കേൾക്കണത്. ഉടഞ്ഞു പോകുന്നത് ഉടമ്പ്. ഭാരതീയ ഭാഷകളൊന്നും പറ്റില്ല, ഒന്നും വയ്യ. ഏത് ഭാഷ വാങ്ങിച്ചെടുത്ത് നോക്കിക്കോളൂ, ഭാരതീയമായൊരു ശബ്ദം ഈ ശരീരത്തെ കൊണ്ട് പറയാൻ പറ്റില്ല. പിന്നെ എന്താ പറയുകയെന്നറിയില്ല. പിന്നെ ബോഡി എന്നൊക്കെ പറയേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോൾ അർത്ഥപൂർണ്ണത വരികയില്ല. ബോഡി എന്നൊക്കെ പറഞ്ഞാൽ എന്തിൻ്റെ ബോഡി എന്ന് പറയേണ്ടി വരും. ബസ്സിൻ്റെ ബോഡിയാണോ, അല്ല കാറിൻ്റെ ബോഡിയാണോ, മനുഷ്യൻ്റെ ബോഡിയാണോ, പട്ടിയുടെ ബോഡിയാണോ, ഒക്കെ പ്രശ്നം തന്നെയാണ്. അതെ, അതുകൊണ്ട് നല്ലത് ശരീരം, ദേഹം എന്നൊക്കെ പറഞ്ഞിട്ട് യാഥാർത്ഥ്യത്തെ ഇങ്ങോട്ട് അംഗീകരിക്കുന്നതാണ്. ഇത് നശിച്ചു പോകൂട്ടോ ശരീരം. അപ്പോൾ ഹന്യമാനെ ശരീരേ, നശിപ്പിക്കപ്പെടുന്ന ശരീരത്തിൽ അയം ന ഹന്യതേ, യവൻ നശിക്കുന്നില്ല. ഇതുറച്ച് മനസ്സിലാക്കുക. നശിക്കുന്നതല്ല ഞാൻ. എന്നെ നശിപ്പിക്കാൻ ആർക്ക് കഴിയും? ആർക്കും കഴിയില്ല. ചിന്തിക്കുക. എന്തൊരു ധൈര്യമാണ്, എന്തൊരു തൻ്റെ ഇടമാണ് വരുന്നത്. ഇത്രയും കാലം ഞാൻ നശിച്ചു പോകുമല്ലോ എന്ന് പേടിച്ചിരിക്കുകയായിരുന്നു. ഞാൻ മരിച്ചു പോകുമല്ലോ. മരണം ഒരു വല്ലാത്തൊരു ഒരു ഭയത്തെയും ദുഃഖത്തെയും പലവിധ വൈകാരിക ഭാവങ്ങളെയും ജനിപ്പിക്കുന്നൊരു ഒരു ആളാണ് ഈ മരണം. ഇല്ല, ഞാൻ മരിക്കണില്ല എന്നുള്ള തിരിച്ചറിവ് എത്ര വലിയ തൻ്റെ ഇടമാണ് നമുക്ക് നൽകുന്നത്. ഈ തിരിച്ചറിവ് വരുന്നത് വരെ മരണത്തെ ഇല്ലാതാക്കാൻ എന്തൊക്കെ പെടാപ്പാടാ ചെയ്യുന്നേ.
പക്ഷേ ഈ തിരിച്ചറിവ് വന്നതോടുകൂടി പിന്നെ അവൻ ധീരനാണ്. അവനെ കൊല്ലാൻ മരണത്തിന് സാധ്യമല്ല. മരണമേ നീ വന്നോളൂ, ശരീരത്തെ എടുത്ത് പോയിക്കോളൂ. അതാണൊരു വിജ്ഞാനിയുടെ അചഞ്ചലമായ സ്ഥിതി. അതുകൊണ്ട് തത്ര കോ മോഹ കശോക, അവിടെ എന്ത് ശോകം, എന്ത് മോഹം, ഒന്നുമില്ല. ശ്രദ്ധിക്കുക. ഇതൊന്നും പ്രസംഗിക്കേണ്ട വിഷയമല്ല കേട്ടോ. നല്ലപോലെ മനനം ചെയ്യാം. അതുകൊണ്ട് എന്താ, അതുകൊണ്ട് ന ഹന്യതേ ഹന്യമാനേ ശരീരേ, ഹനിക്കപ്പെടുന്ന ശരീരത്തിൽ ഇവൻ ഹനിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ഹന്താചേന്മന്യതേ ഹന്തും ഹതശ്ചേന്മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ഹന്താചേന്മന്യതേ ഹന്തും ഹതശ്ചേന്മന്യതേ ഹതം ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. അതുകൊണ്ട് കഴിഞ്ഞ മന്ത്രമായിട്ട് ബന്ധിപ്പിക്കുകയാണ്. ഹന്ത ചേത് ഹന്തും മന്യതേ, കൊല്ലുന്നവനാണെങ്കിൽ വിചാരിക്കുന്നു കൊല്ലുന്നതിന്, കൊല്ലുന്നവൻ വിചാരിക്കുന്നു കൊല്ലുന്നതിന്. ഹന്തും മന്യതേ, കൊല്ലുന്നതിന്. ഹന്തും കൊല്ലുന്നതിന്, മന്യതേ മനസ്സിലാക്കുന്നു, വിചാരിക്കുന്നു. ആര്? ഹന്താ ചേത്, കൊല്ലുന്നവനാണെങ്കിൽ. ഒരാളിപ്പോൾ കൊല്ലുന്നവൻ്റെ റോളിലാണ് അഭിനയിക്കുന്നത്. അപ്പോൾ കൊല്ലുന്നവൻ്റെ റോളിലിരിക്കുന്നവൻ എന്ത് വിചാരിക്കുന്നു? ഞാൻ കൊല്ലുന്നു. അപ്പോൾ കൊല്ലാൻ പുറപ്പെടുന്നു. ഞാൻ കൊല്ലുന്നു എന്ന് വിചാരിക്കുന്നു. ഹന്തും. ഹതഹാ ചേത്, കൊല്ലപ്പെടുന്നവനാണെങ്കിലോ മന്യതേ ഹതം, കൊല്ലപ്പെട്ടവനെന്ന് വിചാരിക്കുന്നു. ഞാൻ കൊല്ലുന്നു എന്നൊരുത്തൻ, അയ്യോ ഞാൻ കൊല്ലപ്പെട്ടേന്ന് മറ്റവനും. ഒരുത്തൻ വിചാരിക്കുന്നത് ഞാൻ വികാരം ജനിപ്പിക്കുന്നവൻ, മറ്റൊരുത്തൻ വിചാരിക്കുന്നത് ഞാൻ വികാരത്തെ പ്രാപിച്ചവൻ. ഉഭൗ തൗ ന വിജാനീതഃ, തൗ ഉഭൗ, അവർ രണ്ടുപേരും ന വിജാനീതഃ, അറിയുന്നില്ലല്ലോ. അവർ രണ്ടുപേരും അറിയുന്നില്ല. ഞാൻ കൊല്ലുന്നു എന്ന് വിചാരിക്കുന്നവനും അറിയുന്നില്ല, ഞാൻ കൊല്ലപ്പെടുന്നു എന്ന് വിചാരിക്കുന്നവനും അറിയുന്നില്ല. എന്തറിയുന്നില്ല? ആത്മാ കൊല്ലപ്പെടുന്നതുമല്ല കൊല്ലുന്നതുമല്ല. അതാണ് നായം ഹന്തി ന ഹന്യതേ. അയം ന ഹന്തി, ഇവൻ ആരെയും കൊല്ലുന്നില്ല. ന ഹന്യതേ, ഹനിക്കപ്പെടുന്നുമില്ല. ശ്രദ്ധിക്കണേ, ഇതൊന്നും പ്രസംഗിക്കേണ്ട വിഷയമല്ലേ. കൊന്നിട്ട് കൊലപാതകിയായി കോടതിയിൽ ഹാജരാക്കപ്പെട്ടു. അപ്പോഴാണ് പറയണത്, ഇവിടെ എല്ലാവർക്കും അവനവൻ്റെ മതവിശ്വാസത്തിനനുസരിച്ച് പോവാനുള്ള അധികാരമുണ്ട്. ഞാൻ ഹിന്ദുവാണ്, എനിക്ക് പരമപ്രമാണം വേദമാണ്. വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ആര് കൊല്ലുന്നുവോ ആര് കൊല്ലപ്പെടുന്നു അങ്ങനെ മനസ്സിലാക്കണവർക്കൊരു വിവരമില്ല. അതുകൊണ്ട് ഞാൻ കൊന്നു എന്ന് പറയുന്നവൻ വിവരദോഷിയാണ് എന്ന് വാദിച്ചപ്പോൾ എന്താ ചെയ്യാം? അതുകൊണ്ടാണ് പറയണത്, പറയാനുള്ള വിഷയം അല്ല ഇത്. കൊലപാതകിക്ക് പ്രസംഗിക്കാനുള്ള മന്ത്രമല്ലിത്. ഇത് വിദ്വാൻ്റെ സ്വാനുഭൂതി പ്രകാശമാണ്. അത് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അത് എളുപ്പമാണ് പറയാൻ. ഞാൻ ആരെയും കൊന്നിട്ടില്ല, ഞാൻ കൊന്നു എന്ന് വിചാരിക്കണതിന് വിവരമില്ല. അവൻ കൊല്ലപ്പെട്ടിട്ടുമില്ല, അവൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുന്നവനും വിവരമില്ല എന്ന് പറഞ്ഞോളൂ. എന്താ? വേദപ്രമാണമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, നമ്മൾ എന്തിലാണ് ഞാനെന്ന് കണക്കാക്കുന്നത്. കൊച്ചുകുട്ടിക്ക് പോലും ഞാനല്ല എൻ്റെതെന്ന് തിരിച്ചറിയാൻ കഴിയുന്ന ശരീരത്തിലാണോ? എങ്കിൽ അത് ജനിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ മരിക്കുകയും ചെയ്യും. നിത്യം പരിണാമം സംഭവിക്കുന്നതുമാണ്. നിത്യവും പരിണാമം സംഭവിക്കുന്നു. ഒരു വർഷത്തിൽ 90%-നും 95%-നും ഇടയ്ക്ക് മാറിക്കഴിഞ്ഞു നമ്മുടെ ശരീരം. ഇപ്പോൾ കഴിഞ്ഞ കൊല്ലം ഇതേ ദിവസം നമ്മുടെ ശരീരത്തിൽ എത്ര കോശങ്ങളുണ്ടോ
അതിൻ്റെ എന്തായാലും 10% കോശങ്ങളെ ഇപ്പോൾ ഉള്ളൂ. ബാക്കിയെല്ലാം പുതുതായിട്ട് റീജനറേറ്റ് ചെയ്തുണ്ടായതാണ്. മറ്റതൊക്കെ പോയി കഴിഞ്ഞു. ഈ പ്രക്രിയ സ്വാഭാവികമായിട്ട് ദേഹത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ശരീരത്തിലാണ് ഞാനെന്നുള്ള താതാത്മ്യമെങ്കിൽ കഴിഞ്ഞതിൻ്റെ 10% ഇപ്പം ഉണ്ടാവാൻ പാടുള്ളൂ. 10 ഇല്ല, 10നേക്കാൾ കുറവ്. അപ്പം നമ്മൾ ഈ ഉപനിഷത്ത് വിചാരയജ്ഞം ഇങ്ങനെ വരാം എന്ന് വാക്ക് കൊടുത്തത് 2010 3 വർഷമായി. 3 വർഷം മുമ്പായി ഡേറ്റ് നിശ്ചയിച്ച്. അപ്പോൾ എന്താ സ്ഥിതി? ഞാൻ വരാൻ ബാധ്യസ്ഥനല്ല, ഞാനില്ലേ അപ്പം ഇത് അന്നത്തെ ഞാൻ ഉണ്ടാവുകയില്ല. ഇനി ഏതോ മസ്തിഷ്കത്തിൽ എന്തെങ്കിലും ന്യൂറോണുകൾ എന്നറിയില്ല, അത് വലിയ പ്രഗത്ഭന്മാർ പറയേണ്ട വിഷയമാണ്. സാധാരണ ശരീരകോശങ്ങളൊക്കെ മാറിക്കഴിഞ്ഞു. അത് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾ തന്ന വാക്കാണ് സ്വാമി, വന്നേ മതിയാവോ. അപ്പോൾ ഈ ഞാൻ ആര്, എന്തിനോട് ഞാൻ താതാത്മ്യപ്പെടണം? ശരീരത്തോടോ ശരീരിയോടോ? ശരീരിയോടെങ്കിൽ ശരീരിയുടെ തനി സ്വരൂപം എന്ത്? കാരണം ശരീരി എന്നുള്ളതൊരു പാരമാർത്ഥിക സംജ്ഞയല്ല, അത് ശരീര ഉപാധിയോട് ബന്ധപ്പെട്ടുള്ള സംജ്ഞയാണ്. ശരീരം ആർക്കുണ്ടോ ശരീരവുമായി ബന്ധപ്പെട്ടവൻ ആരിവൻ? ചിന്തിക്കുക. അപ്പം ഏതിനോടായിരിക്കണം എൻ്റെ താതാത്മ്യഭാവം? നശിച്ചു പോകുന്ന ഈ വസ്തുവിനോടാണോ അല്ല ഇതിനെ അറിയുന്നവനോടാണോ? സ്വയം നിശ്ചയിക്കുക. എന്നാൽ പ്രശ്നം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇത്ര എളുപ്പമാണ് വേദാന്തം. ഇത് എത്ര എളുപ്പമാണ്. എന്താ ഇതിലൊരു പ്രശ്നമുള്ള? തന്നിൽ നിന്ന് ഭിന്നമായിട്ട് എവിടെയെങ്കിലും പോകാനോ എന്തെങ്കിലും ചെയ്യാനോ ഒന്നും പറയുന്നില്ല. താൻ എന്നുള്ളത് എവിടെ നമ്മൾ ഘടിപ്പിക്കണം എന്നേ ചോദിക്കണുള്ളൂ. കൊച്ചു കുട്ടിക്ക് പോലും അറിയാം ഇതെൻ്റെതാണിത് ഞാനല്ല. അതുകൊണ്ട് ഹന്താചേൻ ഹന്യതേ ഹന്തും മന്യതേ, ഹതഹ ചേത് ഹതം മന്യതേ. കൊല്ലപ്പെട്ടവൻ കൊല്ലപ്പെട്ടു എന്ന് വിചാരിക്കുന്നു, കൊല്ലുന്നവൻ കൊല്ലുന്നു എന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് എല്ലാ വ്യവഹാരങ്ങളും ലോകത്തിൽ നടക്കുന്നത്. ഉഭൗ തൗ ന വിജാനീതഃ. തൗ ഉഭൗ, അവർ രണ്ടുപേരും ന വിജാനീതഃ, പരമാർത്ഥത്തെ അറിയുന്നില്ല. നായം ഹന്തി ന ഹന്യതേ. ഈ 2 മന്ത്രങ്ങൾ ഒന്നിച്ചനുസന്ധാനം ചെയ്യാം. കാരണം നജായതേ മ്രിയദേവ എന്നുള്ള മന്ത്രത്തിൻ്റെ സ്വാഭാവിക പരിണാമമാണ് ഈ മന്ത്രം. അതായത് 18-ാം മന്ത്രത്തിൻ്റെ സ്വാഭാവിക പരിണാമമാണ് ഈ 19-ാം മന്ത്രം. രണ്ടും ഒന്നിച്ച് നല്ലപോലെ അനുസന്ധാനം ചെയ്യാം. ന ജായത്തെ മ്രിയത്തെ വാ വിപശ്ചിത്, നായം കുതശ്ചിന്ന ബഭൂവ കശ്ചിത്, അജോ നിത്യ ശാശ്വതോയം പുരാണോ ന ഹന്യതേ ഹന്യമാനേ ശരീരേ. അതുകൊണ്ട് ഹന്താചേന്മന്യത്തെ ഹന്തും ഹതശ്ചേന്മന്യത്തെ ഹതം, ഉഭൗ തൗ ന വിജാനീതോ നായം ഹന്തി ന ഹന്യതേ. ശ്രദ്ധിക്കുക. അപ്പോൾ ചെറിയൊരു പരിപാടിയേ വേണ്ടൂ. എന്താ വേണ്ടത്? ഞാൻ എന്ന് നമ്മൾ എന്തിനോട് തുലനപ്പെട്ട് മനസ്സിലാക്കുന്നുവോ അതിനെ ഒന്ന് നേരെയാക്കുക. അത്രയേ വേണ്ടൂ. എന്താ അപ്പം അതിന് ചെയ്യുക? എന്താ ചോദ്യം? അതിന് മാർഗനിർദ്ദേശം പറഞ്ഞു തരണം. അല്ലാതെ വെറുതെ തത്വം പ്രസംഗിച്ച് എഴുന്നേറ്റ് പോയിട്ട് പ്രയോജനമില്ല. അതുകൊണ്ട് പറയുന്നു, അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർനിഹിതോ ഗുഹായാം തമഃ ക്രതുഃ പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമാത്മനഃ. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർനിഹിതോ ഗുഹായാം തമഃ ക്രതുഃ പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമാത്മനഃ.
ഇവിടെ സർവ ദുഃഖങ്ങൾക്കും ഉപരിയുള്ള, അല്ലെങ്കിൽ മരണത്തിനുപരിയുള്ള അമൃതസ്വരൂപം ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണെന്ന് പറഞ്ഞു. എന്താ അതിന് വേണ്ടത്? എവിടെയാണ് തിരിച്ചറിയേണ്ടത്? എങ്ങനെയാണ് തിരിച്ചറിയുക? അതിനെന്ത് വേണം? പറയുന്നു, അണോഹോ അണിയാൻ. അണുവിൽ വെച്ച് അണുതമമായത്. അണു സൂക്ഷ്മം എന്നുള്ള അർത്ഥത്തിലാണ്, അതീവ സൂക്ഷ്മമായത്. അങ്ങനെ അതീവ സൂക്ഷ്മമായത് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും സൂക്ഷ്മം സങ്കല്പിച്ചോളാം. എന്താ വെച്ചാൽ അത് ആചാര്യൻ പറയുന്നു, ഇവിടെ ഋഷി പറയുന്നു, അണു. അണുവാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ചെറുത്. എങ്കിൽ അണിയാൻ, അതിനേക്കാൾ അണുവായത്, അണുവിൽ വെച്ച് അണുതമമായത്. നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും ചെറുത് ഒരു അണുവാണെങ്കിൽ ആ അണുവിൽ വെച്ചും ചെറുതാണെന്ന് സങ്കല്പിച്ചോളൂ. വളരെ ചെറിയൊരു സാധനമാണല്ലോ അത് എന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, നിനക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ ഏറ്റവും മഹത്ത് സങ്കല്പിച്ചോളൂ. അതെന്താ? അത് ഈ പ്രപഞ്ചം അഖിലവും സങ്കല്പിക്കാം, എന്നാൽ അതിനേക്കാൾ വലുത്. മഹതോ മഹീയാൻ, വലുതിൽ വെച്ച് വലുത്. അപ്പം ചെറുതിൽ വെച്ച് ചെറുത് ആണെങ്കിൽ ഒരിക്കലും വലുതാവാൻ തരമില്ല. വലുതിൽ വെച്ച് വലുതാണെങ്കിൽ ഒരിക്കലും ചെറുതാവാൻ തരമില്ല. അപ്പോൾ ഇത് രണ്ടും ആണെങ്കിൽ എന്താ അർത്ഥം? ഇത് രണ്ടും അല്ലാത്തത്. ചെറുതെന്നോ വലുതെന്നോ പറയാൻ ആവാത്തത്. ചെറുതെന്ന് കണ്ടാൽ ചെറുത്, വലുതെന്ന് കണ്ടാൽ വലുത്, അത്രയേ ഉള്ളൂ. ഈ ഭൂതങ്ങളെ സംബന്ധിച്ച് തന്നെ നമുക്ക് സ്ഥൂലത്തിൽ നിന്ന് സൂക്ഷ്മത്തിലേക്ക് പോകുന്നതിനനുസരിച്ച് ഏറ്റവും സൂക്ഷ്മമായി നമുക്കറിയുന്ന ഭൂതം ആകാശമാണ്. ആകാശം സൂക്ഷ്മമാണ്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനേക്കാൾ സൂക്ഷ്മമാണ് ആകാശം. ആകാശം വലുതാണോ ചെറുതാണോ എന്ന് വെച്ചപ്പോൾ എന്താ പറയുക? സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മമാണെന്ന് പറയും. പിന്നെ ഈ ആകാശം എന്ന് പറഞ്ഞാൽ അത് അവകാശതയാണ്, എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കാനുള്ള, എല്ലാത്തിനെയും ഉൾക്കൊള്ളിക്കുക എന്നുള്ള ഗുണവിശേഷമാണ് ആകാശം. അപ്പം അത് വലുതുമല്ലേ? വലുതിൽ വെച്ച് വലുതെല്ലാം ആകാശത്തിൽ വർത്തിക്കുന്നു, ആകാശം സൂക്ഷ്മത്തിൽ വെച്ച് സൂക്ഷ്മവുമാണ്. എങ്കിൽ ആകാശത്തിനും കാരണമായിരിക്കുന്ന സത്യത്തെക്കുറിച്ചാണ് പറയുന്നത്, വലുതിൽ വെച്ച് വലുത്, ചെറുതിൽ വെച്ച് ചെറുത്. അങ്ങനെയുള്ള ആത്മാ സ്വരൂപം താൻ. ആത്മശബ്ദം എപ്പോഴും സ്വസ്വരൂപത്തിലാണ് നമ്മൾ പറയണം. ആത്മാ, ഞാൻ, പ്രത്യേകാത്മാ, സർവചരാചരങ്ങൾക്കും അന്തര്യാമിയായി നിലകൊള്ളുന്ന ഞാൻ എന്നുള്ള ആ സകല പ്രത്യയങ്ങളുടെയും സകല ബൗദ്ധ പ്രത്യയങ്ങളുടെയും അധിഷ്ഠാനം ആത്മാ. ആത്മാ എന്നുള്ള പേര് ഭഗവാൻ ഭാഷ്യകാരൻ വ്യാസവാക്യത്തെ സമുദ്ധരിച്ചുകൊണ്ട് നമുക്ക് പറഞ്ഞു തരും. യച്ചാപ്നോതി യദാദത്തെ യച്ചാത്തി വിഷയാനിഹ യച്ചാസ്യ സന്തതോ ഭാവഃ തസ്മാദാത്മേതി കീർത്യതേ, ഗീയതേ എന്നും പാഠമുണ്ട്. ഇവിടെ സാന്ദർഭികമായി മുമ്പൊരു ദിവസം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഇത് പറയാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല, കാരണം ഇവിടെ സന്ദർഭം അതാണ്. യച്ചാപ്നോതി, എല്ലാറ്റിനെയും പ്രാപിക്കുന്നതാര്? ഞാൻ അവിടെ പോയി, ഞാൻ ഇവിടെ വന്നു, ഞാൻ ഇപ്പോൾ ഇവിടെ എറണാകുളം പ്രാപിച്ചിരിക്കുകയാണ്. ആരാ ഈ പ്രാപിക്കുന്നേ? കാലുകൊണ്ട് പോയി, അല്ലെങ്കിൽ ചിറകുകൊണ്ട് പറന്ന് പോയി എന്നൊക്കെ നമ്മൾ പലതരത്തിൽ പറയാം. പക്ഷികളാണെങ്കിൽ ചിറകുകൊണ്ട് പറന്ന് പോയി, ഞാൻ കാലുകൊണ്ട് നടന്നു പോയി എന്നൊക്കെ പറയാം. ആരാ പ്രാപിക്കുന്നേ? ആരോ പ്രാപിക്കുന്നവൻ. യച്ചാപ്നോതി യദാദത്തെ, യാതൊന്ന് ആദാനം ചെയ്യുന്നു. ഞാൻ ഈ പുസ്തകം എടുത്തു,
എടുത്തു, ഞാൻ എടുത്തു, കൈകൊണ്ടെടുത്തു. ആരാ എടുത്തത്? യദാദത്തെ യച്ചാത്തി വിഷയാനിഹ, യാതൊരുവൻ ഇവിടെ ഈ ലോകത്തിൽ വിഷയങ്ങളെ അനുഭവിക്കുന്നുവോ. അതെ, ഇപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ വെള്ളം കുടിച്ചു. ആരാ വെള്ളം കുടിച്ചേ? ഞാൻ വായ കൊണ്ട് കുടിച്ചു. സങ്കീർണമായൊരു പ്രക്രിയ അത്, വെള്ളം കുടിക്കുക എന്നുള്ള പറഞ്ഞ പ്രക്രിയ. എങ്കിലും ഞാൻ നിസ്സാരമായിട്ടാണ് കുടിച്ചു. വളരെ സങ്കീർണമായ പ്രക്രിയ. എന്തെല്ലാം യന്ത്രവിശേഷങ്ങൾ വേണ്ട രീതിയിൽ പ്രവർത്തിച്ചാലേ വെള്ളം കുടി എന്ന് പറഞ്ഞ പ്രക്രിയ നടക്കൂ. ആലോചിച്ച് നോക്കൂ, സങ്കീർണമായ പ്രക്രിയ. പക്ഷെ ഞാൻ ഒരു വലിയൊരു ഗൗരവമൊന്നും കൊടുക്കാണ്ട് അത് കുടിച്ചേ. യച്ചാത്തി വിഷയാനിഹ യച്ചാസ്യ സന്തതോ ഭാവ. ഒരാളുടെ നിരന്തര ഭാവം എന്താണോ, നിരന്തര ഭാവം. കൊച്ചു കുഞ്ഞായിരിക്കുമ്പോഴും യൗവനത്തിലും വാർദ്ധക്യത്തിലും ഒരു സാമ്യം പോലുമില്ലാത്ത ശരീരം. പക്ഷേ ഞാനെന്ന അഭിമാനത്തിന് വല്ല മാറ്റമുണ്ടോ? ഇല്ല. യച്ചാസ്യ സന്തതോ ഭാവ തസ്മാത്, അതുകൊണ്ട് ആത്മാ ഇതി ഗീയതേ, അല്ലെങ്കിൽ കീർത്തിയതേ, ആത്മാവെന്ന് പറയപ്പെടുന്നു. ആപ്പ് ധാതു, അത്ത് ധാതു, അത് ധാതു, അസ് ധാതു, ഈ 4 ധാതുക്കളിൽ നിന്ന് ആത്മശബ്ദം സിദ്ധമാക്കാം. മനു പ്രത്യയം പരമാകുമ്പോൾ, മനു എന്നൊരു പ്രത്യയമാണ് ഈ ധാതുക്കളോടുകൂടെ ചേരേണ്ടത്. അപ്പോൾ ചില പ്രത്യേക സൂത്രങ്ങൾ പ്രവർത്തിക്കും. ഇതിൽ ഏറ്റവും എളുപ്പം അത്, അത്ത് എന്നീ 2 ധാതുക്കളിൽ നിന്ന് മനു പ്രത്യയം വന്നാൽ എളുപ്പം നേരിട്ട് ആത്മാന്ന് രൂപം കിട്ടും. മറ്റത് കുറേ പ്രക്രിയകളുണ്ട്. അസു ധാതുവിൽ നിന്നും ആപ്പ് ധാതുവിൽ നിന്നും. ആപ്പ് ആദ്യം ത് ആയി മാറും. അങ്ങനെയൊക്കെയുള്ള പ്രക്രിയകളുണ്ട്. ഏതായാലും 4 ധാതുക്കളിൽ നിന്ന് ആത്മശബ്ദം സിദ്ധമാക്കാം. 4 ധാതുക്കളെയും ആലോചിച്ചുകൊണ്ടാണ് വ്യാസഭഗവാൻ ഈ ശ്ലോകത്തെ പുരാണത്തിൽ നിബന്ധിച്ചത്. ഇതിൻ്റെ സർവാശ്ലേഷഭാവം കണ്ടിട്ടാണ് ഭഗവാൻ ഭാഷ്യകാരൻ അതിനെ ഭാഷ്യത്തിൽ സമുദ്ധരിച്ചത്. അപ്പോൾ ഈ ആത്മാ ഏകദേശം വ്യക്തമാണ്. ഈ 4 ധാത്വർത്ഥങ്ങൾ ചിന്തിച്ചാൽ ആരാണോ ഉള്ളത്, ആരാദാനം ചെയ്യുന്നു, ആരെല്ലാറ്റിനെയും പ്രാപിക്കുന്നു, ആര് വിഷയങ്ങളെ ഭുജിക്കുന്നു, അവൻ ആരാന്ന് ചിന്തിച്ചോളുക. ആത്മാ ഞാൻ. അസ്യ ജന്തോഹോ ഗുഹായാം നിഹിതഃ, ഈ ജന്തുവിൻ്റെ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. എവിടെയാണ്? ഇവനെ പോയി കാണണമല്ലോ. ഇപ്പോൾ യവനെ അറിഞ്ഞാലാണിപ്പോൾ ദുഃഖനിവൃത്തി പറഞ്ഞത്. യവനെ അറിഞ്ഞു കഴിഞ്ഞാൽ മരണമില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ യവനെ അറിയാനിപ്പോൾ എവിടെ പോകണം? യവൻ്റെ സ്വരൂപം എന്താണെന്ന് ചോദിച്ചു. ഇപ്പോൾ ഒരാളെ നമുക്ക് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം അയാളുടെ ലക്ഷണം ചോദിക്കില്ലേ? ഒരാളെ നമുക്ക് കണ്ടെത്തണമെന്ന് വിചാരിച്ചോളൂ. കണ്ടെത്തണം വെച്ചാൽ ആദ്യം എന്താ ചോദിക്കുക? അവനത് രൂപം പറഞ്ഞു തരൂ എന്ന് ആദ്യം പറയുക. അങ്ങനെ ഉണ്ട്. കാണാത്ത ഒരാളെ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞാൽ രൂപം നമ്മൾ ഫോട്ടോ ഒക്കെ കൊടുക്കും ആൾക്കാർക്ക്. അതാണ് ഫോട്ടോ, കണ്ടുപിടിക്കണം കേട്ടോ. നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും വസ്തു കിട്ടണമെങ്കിലൊക്കെ അതിൻ്റെ അടയാളം പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അടയാളം പറഞ്ഞു കൊടുത്ത് എന്താണ്? അണോരണീയാൻ മഹതോ മഹീയാൻ. ഇനിയിപ്പോൾ എവിടെയാണ് അന്വേഷിക്കേണ്ടത്? എവിടെ പോയിട്ട് പിടിച്ച് കൊണ്ടുവരണവനെ? ഉള്ള സ്ഥലത്ത് എവിടെയാണെന്ന് വെച്ചാൽ പോയി കൊണ്ടുവരണം. എവിടെയാണുള്ളത്? അസ്യ ജന്തോഹോ ഗുഹായാം നിഹിതഃ, ഈ ജന്തുവിൻ്റെ ഗുഹയ്ക്കുള്ളിലായിരിക്കുന്നത്. ജന്തു പറഞ്ഞാൽ നമ്മളൊക്കെ തന്നെ. ജനനശീലോ ജന്തു, ജനനശീലോ ജന്തു. ജനിച്ചവൻ ആരോ അവൻ ജന്തു. നമ്മളൊക്കെ ജനിച്ചു എന്ന് പറയുന്നുണ്ട്. ആര് ജന്മദിനം ആചരിക്കുന്നുണ്ട് അവരൊക്കെ ജന്തുക്കൾ തന്നെ. ഒക്കെ ജന്തുക്കൾ. ജന്തുക്കളിലാണ്ട് ആർക്കാ ജന്മദിനമുള്ളത്? ഞാൻ ജനിച്ചു എന്ന് അഭിമാനമുള്ള ആൾക്ക് ജന്മദിനം. ജന്തു. നമ്മളൊക്കെ ആചരിക്കുന്നുണ്ടാവും ഇല്ലേ? എന്നെൻ്റെ പിറന്നാളാണ് സ്വാമി. സന്തോഷം, വളരെ സന്തോഷം, നല്ലത്. എത്ര പിറന്നാൾ കഴിഞ്ഞു? എത്ര പിറന്നാൾ കഴിഞ്ഞു. ഇനി എത്ര കഴിക്കും? ഇത്രയും കൂടി കഴിക്കണം എന്നാണ് വിചാരിക്കണത്. നല്ലത് തന്നെ, സന്തോഷം. ജന്തു, അതാണ് ജന്തു പറഞ്ഞാൽ. ജന്തു പറഞ്ഞ ദേഷ്യം പിടിച്ചിട്ടൊന്നും വിളിക്കേണ്ട വാക്കല്ല. ജനനശീലോ ജന്തു.
ആര് ജനിച്ചു എന്ന് അഭിമാനിക്കുന്നുണ്ട് അവരൊക്കെ ജന്തുക്കൾ. അപ്പോൾ ജന്തോഹോ, ജന്തുവിൻ്റെ ഗുഹായാം നിഹിത, ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നു. നമ്മൾ വിചാരിക്കണ ജന്തു ഗുഹേൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കണമെന്നാ. ഇത് നേരെ തിരിച്ചാ, ജന്തുവിൻ്റെ ഗുഹയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കണമെന്നാണ്. നോക്കണേ ഉപനിഷത്തിൻ്റെ ഒരു ഭാഷ. നമ്മൾ ജന്തുവിനെ തേടി ഗുഹയിൽ പോവും, ഇതല്ല. ജന്തുവിൻ്റെ ഗുഹയ്ക്കുള്ളിൽ പോകണം. ഏതായി ഗുഹ? വിദ്യാരണ്യ സ്വാമികൾ സ്പഷ്ടമായി പറഞ്ഞു തരും ഈ ഗുഹയെ. ദേഹാദഭ്യന്തര പ്രാണ, പ്രാണാദഭ്യന്തരം മനഃ, തതഃ കർത്താ തതോ ഭോക്താ, ഗുഹാസേയം പരമ്പരാ. ഗുഹയെപ്പറ്റി പറഞ്ഞു. ഗുഹ എന്താണെന്നാണ് പറഞ്ഞതിരിക്കുക. ഏതാണ് ഗുഹ? ദേഹാദഭ്യന്തര പ്രാണ, ദേഹത്തെ അപേക്ഷിച്ച് അഭ്യന്തരമാണ് പ്രാണൻ. ഇല്ലേ? നമ്മളെങ്ങനെയാണ് പറയുക? ദേഹത്തിനുള്ളിൽ ആ പ്രാണൻ എന്നാ പറയുക. പ്രാണനുള്ളിലാണോ ദേഹം, അതൊക്കെ വേറെ വിഷയം. എന്നാലും നമ്മളിങ്ങനെ പറയാറുണ്ട്, ദേഹത്തിൻ്റെ ഉള്ളിൽ പ്രാണൻ. പ്രാണൻ പോയി കിട്ടുമോ? എവിടുന്നാ പോയത്? അവൻ്റെ ദേഹത്തുനിന്ന് പ്രാണൻ പോയി. ഇനി സദ്യ ഉണ്ണാൻ പോകണം, അതാണ്. അപ്പോൾ ദേഹത്തുനിന്ന് പ്രാണൻ പോയി എന്നാ പറയണത്. അപ്പോൾ ദേഹാദഭ്യന്തര പ്രാണ, പ്രാണാദഭ്യന്തരം മനഃ, പ്രാണനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. അത് നമുക്കൊക്കെ അറിയാതെ. പ്രാണനേക്കാൾ സൂക്ഷ്മമാണ് മനസ്സ്. തതഃ കർത്താ, അതിനേക്കാൾ സൂക്ഷ്മമാണ് കർത്തൃത്വഭാവം, ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തോടു കൂടിയിരിക്കുന്നത്. അതെവിടെയാ? ബുദ്ധി. മനസ്സിനേക്കാൾ സൂക്ഷ്മമാണ് ബുദ്ധി. തതോ ഭോക്താ, അതിനേക്കാൾ സൂക്ഷ്മമാണ് ഭോക്തൃത്വം, ഞാൻ അനുഭവിക്കുന്നു എന്ന ഭാവം. അതീവ സൂക്ഷ്മമാണ്. ഇങ്ങനെ സ്ഥൂല ശരീരം, പ്രാണങ്ങൾ, മനസ്സ്, ബുദ്ധി, അതിനുമുള്ളിൽ ഞാൻ എന്ന ഭാവം സ്ഫുരിക്കുന്ന അതിസൂക്ഷ്മമായ തലം. എന്താന്ന് വാക്കുകൊണ്ട് പറയാൻ വയ്യ. പക്ഷേ എല്ലാവർക്കും ഇത് സ്ഫുരിക്കുന്നുണ്ട്, ഞാൻ എന്നുള്ളത്. ഇല്ലേ? ഉണ്ട്. അത് എവിടുന്നാന്ന് ചോദിച്ചാൽ, അത് എവിടുന്ന? ഉള്ളുന്നാണ് സ്വാമി. ഏതുള്ളെന്നാ? ആ ഉള്ളിൻ്റെ ഉള്ളുന്നാ. ഓ, അപ്പോൾ ഉള്ളു പോയി ഉള്ളിൻ്റെ ഉള്ളായി. ഇനിയും ചോദിക്കണില്ല. അപ്പോൾ പിന്നെ ഉള്ളിൻ്റെ ഉള്ളാവും. അങ്ങനെ ഉള്ളിലേക്ക് പോകും തോറും ഒന്നുമില്ല എന്ന് മനസ്സിലാവും. അതാ ഉള്ളി. പൊളിക്കും തോറും പൊളിച്ച് അവസാനം ഒന്നുമില്ല. അതുമല്ല അപ്പം നാളെ ആര് വരണമെന്ന് തീരുമാനിക്കുന്നത്, ആര് കേന്ദ്രം ഭരിക്കണം, അതുമല്ല അപ്പം തീരുമാനം വരണത്. ഉള്ളിമല്. ആ സംശയം തമാശ പറയാന്ന് വിചാരിക്കരുത്. ദില്ലി പോയി നോക്കും, അവിടുത്തെ ചർച്ച മുഴുവൻ ജനങ്ങളൊക്കെ പറഞ്ഞ അതാ, ഉള്ളീൻ്റെ വില എത്രയായിരിക്കണം സ്വാമി, ഉള്ളീൻ്റെ വില എത്രയായിരിക്കണം. വേറെ എന്തൊക്കെ സാധനം ഉണ്ടേ നിനക്ക് പറയാൻ. ഇപ്പം തന്നെ 3-4 പേര് സംസാരിച്ചു ഈ ഒരാഴ്ചക്കുള്ളിൽ, ഇവിടെ വന്നതിന് ശേഷം തന്നെ. അവിടെ വലിയ പ്രശ്നമാണ് ഇവിടെ. എന്താണ് പ്രശ്നം? ഉള്ളിയുടെ വിലയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല. ചിന്തിക്കുക. അപ്പോൾ ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഈ ഒരു പരമ്പര ഉണ്ടല്ലോ, സൂക്ഷ്മമായി അകത്തേക്ക് പോകും. ഈ പരമ്പരയ്ക്ക് പറയുന്ന പേരാണ് ഗുഹാസ ഇയം പരമ്പര. അങ്ങനെയുള്ള ഈ പരമ്പരയ്ക്ക് പറയുന്ന പേരാണ് ഗുഹ. ഇതിനുള്ളിലേക്ക് പോവുക. ജന്തോർ നിഹിതോ ഗുഹായാം. വ്യക്തമാണല്ലോ? അപ്പോൾ ഈ ഗുഹേൻ്റെ ഉള്ളിലേക്ക് പോകാൻ നമ്മൾ തയ്യാറാവണം. നമ്മൾ ഈ പുറത്തേക്ക് മാത്രം പോയി ശീലിച്ചിരിക്കുക. കണ്ണു കൂടെ പുറത്തേക്ക്, ചെവി കൂടെ പുറത്തേക്ക്, മൂക്കു കൂടെ പുറത്തേക്ക്, ഒക്കെ പുറമുള്ളതിനെ മാത്രം അനുഭവിച്ചറിയാനാണ് നമുക്ക് താല്പര്യം. അത് ശീലിച്ചിരിക്കുക. അപ്പോൾ ഇതൊന്ന് മാറി ഒക്കെ ഒന്ന് അടച്ചു വയ്ക്കുക. എന്നിട്ട് അകത്തേക്ക് മെല്ലെ ഗുഹേൻ്റെ ഉള്ളിലേക്ക് പുറപ്പെടുക. അത് കുറച്ച് വിഷമാണല്ലോ. പുറമുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് വിഷമം. പുറമെ അവിടെ ഇവിടെയൊക്കെ പോകണം, എത്ര പണിയുണ്ട്. ഒരു പണിയിൽ തൻ്റെ ഉള്ളിലേക്കല്ലേ പോകാൻ പറയണത്. വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ പറയണം. അവൻ്റെ ഉള്ളിലേക്ക് പോകണം എന്നൊക്കെ പറഞ്ഞ പ്രശ്നമാണ്. തൻ്റെ തന്നെ ഉള്ളിലേക്ക് പോകാനാണ് പറഞ്ഞത്. ഈ ജന്തുവിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് സ്വയം ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഒന്ന് പോവുക. അതാണ് നിഹിതോ ഗുഹായാം. പക്ഷേ ഗുഹയ്ക്കുള്ളിലേക്കാണ് പോകേണ്ടത്.
അപ്പോൾ എന്ത് വേണം വെച്ചാൽ അതിനുള്ള അധികാരമൊക്കെ വേണം, അർഹത വേണം. ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകണമെങ്കിൽ അതിന് വേണ്ടതായ യോഗ്യതകളൊക്കെ നമുക്ക് നേടണം. ഇല്ലെങ്കിൽ സാധിക്കില്ല. ഗുഹാമുഖത്തു നിന്ന് നീന്തി നോക്കാൻ എല്ലാവർക്കും കഴിയും. അതെ. ഇനി അകത്തേക്ക് പോകണമെങ്കിൽ അതിന് യോജിച്ച ചില പ്രകൃതങ്ങളൊക്കെ നമ്മൾ നേടണം. ചിലർക്ക് ഗുഹേൻ്റെ ഉള്ളിൽ പോയിട്ട് ഗുഹയിലേക്ക് നോക്കുമ്പോൾ തന്നെ ശ്വാസം മുട്ടുന്ന ആൾക്കാരുണ്ട്. അതെ. ഇപ്പോൾ പുറമേ നിന്നൊക്കെ സംബന്ധിച്ച് നിസ്സാരാന്ന് പറയും. നല്ല നോക്കുമ്പോഴത്തേക്ക് അയ്യോ വേണ്ട, ഞാൻ പുറത്തേക്ക് വരികയായി. അപ്പം അതിന് ചില തയ്യാറെടുപ്പ് വേണം. ഗുഹയ്ക്കുള്ളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് അതെന്തൊക്കെയാ പറയുന്നു? തം അവനെ, ആരെ? ഈ ഗുഹയ്ക്കുള്ളിലിരിക്കുന്ന അവനെ തം അക്രതുഹു പശ്യതി. അവനെ കാണണമെങ്കിൽ അക്രതു ആവണം. ക്രതു അല്ലാത്തവൻ. ക്രതു സങ്കല്പം. അക്രതുഹു സങ്കല്പമൊഴിഞ്ഞവൻ. എനിക്കത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഞാൻ അത് ചെയ്യും, ഇത് ചെയ്യും, ഇന്ന് ഞാനിപ്പോൾ ഇതാ ചെയ്യാൻ പോണത്, നാളെ ഇനിയിപ്പോൾ അന്നതൊക്കെ ചെയ്യും എന്നിങ്ങനെ കണക്ക് കൂട്ടി വച്ചിരിക്കുകയാണല്ലോ. ഈ കണക്ക് കൂട്ടലൊക്കെ ഒഴിഞ്ഞവൻ അക്രതു. ഇനി ക്രതു ശബ്ദത്തിന് വൈദിക യാഗാദി വിശേഷങ്ങളെ അർത്ഥമാക്കും ക്രതു ശബ്ദം കൊണ്ട്. അവയാൽ പ്രാപിക്കപ്പെടുന്ന സ്വർഗം തുടങ്ങിയ ലക്ഷ്യങ്ങളും. അപ്പോൾ അത്തരം കാമനകൾ, സ്വർഗാദി കാമനകൾ ഒഴിഞ്ഞവനാരോ അവൻ അക്രതു. ക്രതു മനസ്സിനെ പറയും. മനസ്സ് സങ്കല്പ വികല്പങ്ങളാണ്. അപ്പോൾ അക്രതു മനസ്സിൻ്റെ സങ്കല്പ വികല്പങ്ങൾ അടങ്ങിയ ആൾ. നിനക്ക് അർത്ഥം പറയാം. അക്രതു ശബ്ദത്തിന് തന്നെ പല അർത്ഥം പറഞ്ഞു, ശ്രദ്ധിക്കുക. ഒന്ന്, വൈദിക യാഗാദി കർമ്മങ്ങളെയും അതിലൂടെ പ്രാപിക്കുന്ന സ്വർഗാദി ലോകങ്ങളെയും കുറിച്ചുള്ള സങ്കല്പങ്ങളെ ജയിച്ചവൻ. രണ്ട്, പലവിധ കണക്ക് കൂട്ടലുകൾ. ഇന്നിനെക്കുറിച്ചുള്ള കണക്ക് കൂട്ടൽ, നാളെയെക്കുറിച്ചുള്ള കണക്ക് കൂട്ടൽ, പിന്നെ അങ്ങനെ പോയിട്ട് മറ്റന്നാൾ എന്താ ചെയ്യുക, ഇങ്ങനെ പോയിട്ടങ്ങ് കൂട്ടി വെച്ചിരിക്കുക. ഏതുവരെ? അങ്ങ് വരെ. അങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കും. ഓരോരോ പരസ്യം കാണുമ്പോഴും നമ്മളെ കൂട്ടൽ കൂടും. ഇത്ര വയസ്സാകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്ന അടുത്ത ചോദ്യം. അതെ, 60 വയസ്സാകുമ്പോൾ എന്ത്, 70 വയസ്സാകുമ്പോൾ എന്ത്, ഓരോ പരസ്യത്തിൽ ഓരോ വാക്യങ്ങളാണ്. അപ്പോൾ അന്നത്തേക്ക് ഇന്നതൊക്കെ ചെയ്യണം എന്ന് ഇപ്പം തന്നെ കൂട്ടി വെച്ചു. അങ്ങനെ കൂട്ടിക്കൊണ്ട് നമ്മളിരിക്കുമ്പം വേറൊരാൾ നമ്മളെപ്പറ്റിയും കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മളറിയില്ല. അതെ, 60-ാം വയസ്സിൽ ഇത്ര കിട്ടാൻ ഇത്ര ഡെപ്പോസിറ്റ്, 70-ാം വയസ്സിൽ ഇത്ര കിട്ടാൻ ഇത്ര. അതെ, അങ്ങനെ പലതും ഉണ്ട്. ഇതേ സമയത്ത് വേറൊരാൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെക്കുറിച്ച്, ഇത്ര ദിവസം ബാക്കി. അത് ഒരു വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ മുമ്പോട്ടാണ് കൂട്ടുന്നത്, മൂപ്പര് പിന്നോട്ടാണ് കൂട്ടുന്നത്. കൗണ്ട് ഡൗൺ ആണ് അദ്ദേഹത്തിന്. ഇത് നമുക്ക് ഇഷ്ടമല്ലാത്ത പരിപാടിയാണ്. അത് റോക്കറ്റ് വിക്ഷേപണത്തിനൊക്കെ നമ്മൾ ചെയ്യുള്ളൂ, അല്ലാണ്ടില്ല. പരീക്ഷയ്ക്കും ഉണ്ട് കുട്ടികൾ. ഇനി 9 ദിവസമേ ഉള്ളൂ, 8 ദിവസമേ ഉള്ളൂ, 7 ദിവസമേ ഉള്ളൂ. ഇത് നമ്മൾ പൊതുവേ നമ്മുടെ ജീവിതത്തെപ്പറ്റി കൗണ്ട് ഡൗൺ നമുക്ക് പൊതുവേ ഇല്ല. ഉണ്ട് കിട്ടുമോ? പരീക്ഷിത്ത് തുടങ്ങി, പക്ഷേ അവസാനമായപ്പോഴത്തേക്ക് ശുഖബ്രഹ്മർഷിയിൽ നിന്ന് ആനന്ദരസം അനുഭവിച്ചപ്പോൾ അത് തീരുകയും ചെയ്തു. അതുകൊണ്ട് മരണത്തിനെ അതിക്രമിച്ചു. ശ്രദ്ധിക്കുക. അപ്പോൾ അക്രതുഹു, വല്ലാത്തൊരു പദമാണ് അക്രതു എന്നുള്ള പദം. എത്ര വ്യാഖ്യാനിച്ചാലും തീരില്ല അക്രതു എന്നുള്ള ശബ്ദം. സാമാന്യം ഈ പറഞ്ഞ അർത്ഥം വ്യക്തമാണല്ലോ. തം അക്രതുഹു പശ്യതി, കാണുന്നു. അക്രതുഹു പശ്യതി, അക്രതു കാണുന്നു തം ആത്മാവിനെ. ആര്? വീതശോകഃ, ശോകമൊഴിഞ്ഞവൻ, മോഹമൊഴിഞ്ഞവൻ, ദ്വന്ദ്വഭാവനകളെ അതിക്രമിച്ചവൻ.
എങ്ങനെയാ അക്രതു കാണുന്നേ? അക്രതു ആവണമെന്ന് പറഞ്ഞു. എങ്ങനെയാ പറയുന്നു? ധാതുപ്രസാദാത്, ധാതുപ്രസാദം കൊണ്ട്. ധാതുക്കളാണ് നമ്മളെ ധരിക്കുന്നത്. മനസ്സ്, ബുദ്ധി തുടങ്ങിയവ ധാതുക്കളാണ്. മനസ്സിൻ്റെ, ബുദ്ധിയുടെ, അന്ധക്കരണത്തിൻ്റെ പ്രസാദം കൊണ്ട്, പ്രസന്നത കൊണ്ട് അന്ധക്കരണം ശുദ്ധമാകണം. അപ്പോൾ ആദ്യം നേടേണ്ടത് ഇതാ ഇടപാട്. ഏത്? അന്ധക്കരണം ശുദ്ധമാവണം. അതിനെന്ത് വേണം? അതിനാണ് സകല ഉപാസനകളും പറഞ്ഞിട്ടുള്ളത്, ജീവിതത്തിലുള്ള ക്രമീകരണം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ഇവിടെ ഇരിക്കുന്നവരെ കൊണ്ടല്ലേ, പുറത്തുള്ളവരെ കൊണ്ടാണ് പറയണത്. ഇവിടെ വരാത്തവരെ കുറിച്ച് അവർ വലിയ വലിയ ഉപനിഷത്തൊക്കെ കേൾക്കാൻ അവർക്ക് വലിയ താല്പര്യമാണ്. പക്ഷെ ജീവിതത്തിൽ ചെറിയൊരു ക്രമീകരണം വരുത്തണം. ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന വിഷയത്തിലൊരു ക്രമീകരണം വരുത്തണം എന്ന് പറഞ്ഞാൽ അതുപോലും നമ്മൾ തയ്യാറല്ല. പിന്നെ എങ്ങനെയാണ് ധാതുപ്രസാദം ഉണ്ടാവുക? മനസ്സിന് ശാന്തി വേണേ, ശാന്തി വേണേ എന്ന് പ്രാർത്ഥിക്കും. എന്നിട്ടോ അശാന്തി ഉണ്ടാക്കുന്ന ആഹാരമൊക്കെ അടിച്ചു കയറ്റും. അതെ, ചിന്തിക്കുക. പിന്നെ ഇവിടെ ശാന്തി ഉണ്ടാവുക? കാരണം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ സൂക്ഷ്മാംശമാണ് മനസ്സ്. ഇവിടെ ആഹാരം എന്ന് പറഞ്ഞാൽ വായിലൂടെ കഴിക്കുന്നത് മാത്രമല്ല. ആഹാരന്തി ഇന്ദ്രിയഭ്യ ഇതി ആഹാരം. ഇന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് എടുക്കുന്നതൊക്കെ ആഹാരമാണ്. അപ്പോൾ ആഹാരങ്ങൾ സാത്വികമാവണം, എന്നാലേ മനസ്സിന് പ്രസാദം ഉണ്ടാവും. ആഹാരങ്ങൾ സാത്വികമാവണം. ഭദ്രം കർണേഭി ശൃണുയാമ ദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ. എന്തൊരു സങ്കല്പം അതൊക്കെ! കണ്ണുകളെ കൊണ്ട് നല്ലത് കാണുമാറാകണേ, ചെവികളെ കൊണ്ട് നല്ലത് കേൾക്കുമാറാകണേ എപ്പോഴും. അഥവാ ചെവികളിലൂടെ എന്ത് കേൾക്കുന്നുവോ അത് ഭദ്രമാണെന്ന് അറിയാൻ സാധിക്കണം. കണ്ണിലൂടെ എന്ത് കാണുന്നോ അത് ഭദ്രമാണെന്ന് അറിയാൻ സാധിക്കണം. ഭദ്രജ്ഞാനമുണ്ടാവണം. അതാ ഉത്കൃഷ്ടമായ അർത്ഥം. ശ്രദ്ധിക്കുക. അപ്പോൾ ധാതുപ്രസാദാത്, ധാതുപ്രസാദം കൊണ്ട്. ഇനിയിപ്പോൾ ധാതുപ്രസാദം നേടണം. അതിന് വിവിധ ഉപാസനകളുണ്ട്, വിചാരപ്രക്രിയയുണ്ട്. ശ്രവണം കൊണ്ട് തന്നെ ധാതുപ്രസാദം ഉണ്ടാവും. ശ്രവണം തന്നെ സാധനയാണ്. ഇനി ശ്രവണ സഹായിയായിട്ട് വേറെ ഒട്ടനവധി സാധനകളുണ്ട്. അപ്രകാരമുള്ള ഉപാസനാക്രമങ്ങളിലൂടെ ധാതുപ്രസാദം നേടിയെടുക്കണം. ശ്രദ്ധിക്കുക. അങ്ങനെ ധാതുപ്രസാദം നേടി ഭീതശോകനായി അക്രതുവായി ഈ ഗുഹയ്ക്കുള്ളിലേക്ക് അങ്ങോട്ടിറങ്ങി ആത്മാനം പശ്യതി. അങ്ങനെ ഭീതശോകനായി തീരുന്നു. ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ മന്ത്രഭാഗം മൊത്തത്തിൽ ചേർത്തനുസന്ധാനം ചെയ്യുക. അപ്പോൾ വ്യക്തമായൊരു വീക്ഷണം നമുക്ക് ഉപനിഷത്ത് നൽകും എന്ന് മനസ്സിലാക്കുക. അണോരണീയാൻ മഹതോ മഹീയാൻ ആത്മാസ്യ ജന്തോർനിഹിതോ ഗുഹായാം തമക്രതു പശ്യതി വീതശോകോ ധാതുപ്രസാദാൻ മഹിമാനമാത്മനഃ.